ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യപരുദ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ
വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ നാരായണ. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നു. 39-ാം അധ്യായം. കഴിഞ്ഞ അധ്യായം 38-ാം അധ്യായത്തിൽ അക്രൂരന്റെ ഗോകുല ആഗമനം. അക്രൂരൻ ഗോകുലത്തിലേക്ക് വരുന്ന വഴിയിൽ ഭഗവാന്റെ സന്ദർശനത്തെക്കുറിച്ച് മനസ്സിൽ പലതരം സങ്കല്പങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നതും ഗോകുലത്തിൽ എത്തിച്ചേരുന്നതും അവിടെ വന്ന് ഭഗവാനെയും ബലരാമസ്വാമിയെയും ദർശിക്കുന്നതും തൻ്റെ മനോരാജ്യങ്ങളെല്ലാം സാധിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം, കാരുണ്യം കൊണ്ട് താൻ എന്തെല്ലാം വിചാരിച്ചുവോ അതെല്ലാം അതുപോലെ സംഭവിക്കുന്നു. രാമകൃഷ്ണന്മാർ രണ്ടുപേരും തന്നെ വളരെ വാത്സല്യത്തോടെ കടാക്ഷിക്കുകയും ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുകയും ഗൃഹത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനി അതിനെ തുടർന്ന് അദ്ദേഹത്തിന് പൂജാദികളൊക്കെ ചെയ്തു, പാദപൂജയൊക്കെ ചെയ്തു, അതിഥി സൽക്കാരമെല്ലാം ചെയ്തു, ഭക്ഷണാദികളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് മറ്റുപചാരങ്ങൾ, താമ്പൂലാദി സമർപ്പണമെല്ലാം ചെയ്ത് നന്ദനും വന്ന് കുശല പ്രശ്നം ചെയ്തു. കംസൻ, ദുഷ്ടനായ കംസൻ ജീവിച്ചിരിക്കെ നിങ്ങളുടെ കാര്യം ചോദിക്കുന്നതിൽ, നിങ്ങൾക്ക് കുശലമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. സ്വന്തം സഹോദരിയുടെ മക്കളെ ക്രൂരനായിട്ട് സഹോദരി കരഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ടും കൊന്നുകളഞ്ഞവനല്ലേ, സ്വാർത്ഥനല്ലേ, ദുഷ്ടനല്ലേ?
അങ്ങനെയുള്ള ആ കംസന്റെ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് കുശലം ചോദിക്കുന്നത് അനൗചിത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനും കുശല പ്രശ്നം ചെയ്തതും അങ്ങനെ അക്രൂരൻ ഇവരുടെയെല്ലാം സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി യാത്രാക്ഷീണമെല്ലാം വെടിഞ്ഞ് സന്തോഷമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് ഭഗവാൻ അക്രൂരനോട് സംവാദം ചെയ്യുന്നത്. ഭഗവാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. മധുരാപുരിയിലെ വിശേഷങ്ങൾ തന്നെയാണ്. അതിന് അക്രൂരൻ മറുപടി കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ് ആദ്യത്തെ ഒരു 18 ശ്ലോകങ്ങൾ. അതിന് 12 ശ്ലോകങ്ങളാണ് അക്രൂരനുമായിട്ടുള്ള സംവാദം. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ 18 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ ഗോപികമാര് ഈ വിവരം അറിഞ്ഞ് അവരുടെ ആവലാതികൾ വർണ്ണിക്കുകയാണ്. അത് കഴിഞ്ഞ് 19 മുതൽക്കുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ ഗോപികമാരുടെ ആ ഒരു വിഷമം അവർ തമ്മിൽ പറയുന്ന മറ്റൊരു ചെറിയ ഗോപികാഗീതം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 12 ശ്ലോകങ്ങളുള്ള ഒരു ഗോപികാഗീതം. ഭഗവാൻ മധുരാപുരിയിലേക്ക് പോകും എന്നറിഞ്ഞ് വളരെ വിഷാദിക്കുന്നവരായ വരാൻ പോകുന്ന വിരഹദുഃഖം താങ്ങാനാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പരസ്പരം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു 12 ശ്ലോകങ്ങൾ, മറ്റൊരു ഗോപികാഗീതം. അത് കഴിഞ്ഞ് 31 ശ്ലോകം മുതൽക്ക് അക്രൂരന്റെ കൂടെ രാമകൃഷ്ണന്മാരും പിന്നീട് നന്ദഗോപരും ഗോപന്മാരുമായിട്ട് വൃന്ദാവനത്തിൽ നിന്ന് ഗോകുലത്തിൽ നിന്ന് മധുരാപുരിയിലേക്കുള്ള യാത്രയാണ്. അവിടെ പിന്നീട് സന്ധ്യാവന്ദനത്തിനായിക്കൊണ്ട് അക്രൂരൻ കാളിന്തിയുടെ ഒരു വിശേഷമായ സ്ഥലത്ത് ഹ്രദത്തിൽ ഇറങ്ങുന്നതും അവിടെ വച്ച് ഭഗവത് ദർശനമുണ്ടാകുന്നതുമായിട്ടുള്ള അതുവരെയുള്ള കഥകളാണ് 57 ശ്ലോകങ്ങളെ കൊണ്ട് ഈ 39 അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത അധ്യായത്തിൽ ആ അക്രൂരന്റെ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. വൈകുണ്ഠ ദർശനം കിട്ടിയതായിട്ടുള്ള അക്രൂരൻ അനന്തശായിയായി ശയിക്കുന്ന ഭഗവാനെ അതിഗംഭീരമായിട്ടുള്ള സ്തുതി കൊണ്ട് സ്തുതിക്കുന്നതാണ് 30 ശ്ലോകങ്ങൾ. അതിനുശേഷം അടുത്ത അധ്യായത്തിലാണ് പിന്നീട് രാമകൃഷ്ണന്മാരെയും കൂട്ടി അക്രൂരൻ മധുരാപുരിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള കഥകൾ. ഒരു നിമിഷം. അപ്പൊ നമുക്ക് 39 അധ്യായം വായിക്കാം. വലിയ അധ്യായമാണ്, 57 ശ്ലോകങ്ങളുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 49 ശ്രീശുക ഉവാച. സുഖോപവിഷ്ടഃ പര്യങ്കേ രാമകൃഷ്ണോരുമാനിതഃ ലേഭേ മനോരഥാൻ സർവാൻ പതിയാൻ സചകാരഃ. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ തഥാപി തത്പരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുതഃ സുഹൃത്സു വൃത്തം കംസസ്യ പപ്രച്ഛാന്യച്ചികീർഷിതം. ശ്രീഭഗവാനുവാച. तात സൗമ്യാഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തു വഃ. അപി സ്വജ്ഞാതിബന്ധൂനാം അനമീവം അനാമയം. കിം നുനഃ കുശലം പൃച്ഛേ ഏധമാനേ കുലാമയേ. കംസേ മാതുലനാമ്യഞ്ജ സ്വാനാം നസ്തത് പ്രജാസു ച. അഹോ അസ്മദഭൂദ്ഭൂരി പിത്രോർവൃജിനമാര്യയോഃ. യദ്ഹേതോഃ പുത്രമരണം യദ്ഹേതോർ ബന്ധനം തയോഃ.
ദിഷ്ട്യാദ്യദർശനം സ്വാനാം മഹ്യം വഃ സൗമ്യകാംക്ഷിതം സഞ്ജാതം വർണ്യതാം താത തവാഗമനകാരണം. ശ്രീശുക ഉവാച പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവഃ വൈരാനുബന്ധം യദുഷു വസുദേവവധോദ്യമം യൽ സന്ദേശോ യദർത്ഥം വാ ദൂതഃ സംപ്രേഷിതഃ സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മാനഗദുന്ദുഭേഃ. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിജജ്ഞതുഃ. ഗോപാൻ സമാദിശത്സോപി ഗൃഹ്യതാം സർവഘോരസഃ ഉപായനാനി ഗൃഹ്ണീധ്വം യുജ്യന്താം സകടാനി ച. യാസ്യാമഃ ശ്വോ മധുപുരീം ദാസ്യാമോ നൃപതേരസാൻ ദ്രക്ഷ്യാമഃ സുമഹത്പർവ യാന്തി ജാനപദാ കില. ഏവമാഘോഷയ ക്ഷത്രാ നന്ദഗോപസ്വഗോകുലേ. ഗോപ്യസ്താസ്തദുപസൃത്യ ബഭൂവുർവ്യതിതാഭൃശം രാമകൃഷ്ണൗ പുരീം നേതും അക്രൂരം വ്രജമാഗതം. കാശ്ചിത് തത്കൃതഃ ഹൃത്താപശ്വാസമ്ലാനമുഖശ്രിയഃ സ്രംസദ്ദുകൂലവലയകേശഗ്രന്ഥ്യശ്ച കാശ്ചന. അന്യാശ്ച തദനുധ്യാനനിവൃത്താശേഷവൃത്തയഃ നാഭ്യജാനൻ ഇമം ലോകം ആത്മലോകം ഗതാ ഇവ. സ്മരന്ത്യശ്ചാപരാശൗരേഃ അനുരാഗസ്മിതേരിതാഃ ഹൃദി സ്പൃശശ്ചിത്രപദാ ഗിരഃ സമ്മുമുഹു സ്ത്രിയഃ. ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാവഹാനി നർമാണി പ്രോദ്ദാമചരിതാനി ച. ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാ വിരഹകാതരാഃ സമേതാ സംഘശഃ പ്രോജുഃ അശ്രുമുഖ്യോച്യുതാശയാഃ. ഗോപ്യ ഊജുഃ അഹോ വിവാദസ്തവ ന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ. താംശ്ചാകൃതാർത്ഥാൻ വിയുനങ്ക്ഷ്യ പാർത്ഥകം വിക്രീഡിതം തേർഭഗചേഷ്ടിതം യഥാ. യസ്ത്വം പ്രദർശ്യാസിതകുന്തളാവൃതം മുകുന്ദവക്ത്രം സുകപോലമുന്നസം ശോകാപനോദസ്മിതലേശ സുന്ദരം കരോഷി പാരോക്ഷ്യമസാധു തേ കൃതം. ക്രൂരസ്ത്വമക്രൂരസമാഖ്യയാസ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേ ബദാജ്ഞവത് യേനൈകദേശേ കില സർഗസൗഷ്ടവം ത്വദീയമദ്രാക്ഷ്മവയം മധുദ്വിഷഃ. ന നന്ദസൂനുഃ ക്ഷണഭംഗസൗഹൃദഃ സമീക്ഷതേ ന സ്വകൃതാതുരാപദ. വിഹായ ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ തദ്ദാസ്യമദ്ധോപഗതാ നവപ്രിയഃ. സുഖം പ്രഭാതാരജനീയമാശിഷഃ സത്യാ ബഭൂവുഃ പുരയോഷിതാം ധ്രുവം. യാ സംപ്രവിഷ്ടസ്യ മുഖം രജസ്പതേഃ പാസ്യന്ത്യപാങ്കോത്കലിതസ്മിതാസവം. താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതൈഃ ഗൃഹീതചിത്തഃ പരവാൻ മനസ്വപി. കഥം പുനർനഃ പ്രതിയാസ്യത്തെ ബലാ ഗ്രാമ്യാ സലജ്ജസ്മിത വിഭ്രമൈർഭ്രമन्. അദ്യ ധ്രുവം തത്ര ദൃശോപവിശ്യത്തെ ദാസാർഹഭോജാന്തകവൃഷ്ണിസാത്വതാം മഹോത്സവത് ശ്രീരമണം ഗുണാസ്പദം ദ്രക്ഷ്യന്തി യേ ചാധ്വനി ദേവകീസുതം. മയി തദ്വിതസ്യാകരുണസ്യ നാമഭൂത അക്രൂര ഇത്യേതദീവ ദാരുണഃ. യോസാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാത് പ്രിയം നേഷ്യതി പാരമദ്വനഃ. അനാർദ്രധീരേഷ സമാസ്ഥിതോ രഥം തമന്വമീ ചത്വരയന്തി ദുർമദാഃ. ഗോപാ അനോഭിഃ സ്തവിരൈരുപേക്ഷിതം ദൈവം ച നോദ്യ പ്രതികൂലമീഹതേ. നിവാരയാമഃ സമുപേത്യ മാധവം കിം നോ കരിഷ്യൻ കുലവൃദ്ധബാന്ധവാഃ. മുകുന്ദസംഗാൻ നിമിഷാർദ്ധദുസ്ത്യജാത് ദൈവേന വിധ്വംസിത ദീനചേതസാം. യസ്യാനുരാഗലളിതസ്മിതവൽഗുമന്ത്രലീലാവലോകപരിരംഭണരാസഗോഷ്ഠ്യാം നീതാസ്മനഃ ക്ഷണമിവ ക്ഷണദാവിനാഥം. ഗോപ്യഃ കഥം नु അതിതരേമ തമോ ദുരന്തം.
യോ ഹ്നഃ ക്ഷയേ വ്രജമനന്ദസഗ പരീതോ ഗോപൈർവിശൻകുരരജശ്ചുരിതാളകസ്രഗ വേണും ക്വണൻ സ്മിതകടാക്ഷ നിരീക്ഷണേന ചിത്തം ക്ഷിണോത്യമുമൃതേനു കഥം ഭവേമാം. ശ്രീശുക ഉവാച ഏവം ബ്രുവാണോ വിരഹാതുരാവൃശം വ്രജസ്ത്രിയ കൃഷ്ണ വിഷക്തമാനസാഃ വിസൃജ്യ ലജ്ജാം രുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. വിസൃജ്യ ലജ്ജാം രുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. സ്ത്രീണാം ഏവം രുദന്തീനാമുദിതേ സവിതര്യത അക്രൂരശ്ചോദയാമാസ കൃതമൈത്രാദിഘോരദം. ഗോപാസ്തമന്വസജ്ജന്ത നന്ദാദ്യാശകടൈസ്തതഃ ആദായോപായനം ഭൂരി കുംഭാൻ ഘോരസംവൃതാൻ. ഗോപ്യശ്ച ദൈതം കൃഷ്ണമനുവ്രജ്യ അനുരഞ്ജിതാഃ പ്രത്യാദേശം ഭഗവതഃ കാങ്ക്ഷന്യശ്ച അവതസ്ഥിരേ. താസ്തദാ തപ്യതീർവീക്ഷ്യ സ്വപ്രസ്ഥാനെ യദുത്തമഃ സാന്ത്വയാമാസ സപ്രേമൈഃ ആയാസ്യേ ഇതി ദൗത്യകൈഃ. യാവദാലക്ഷ്യത്തെ കേതുഃ യാവദ്രേണൂരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവ ഉപലക്ഷിതാഃ. താ നിരാശാ നിവവൃതുഃ ഗോവിന്ദ വിനിവർത്തനേ വിശോകാ അഹനീനിന്യുഃ ഗായന്ത്യഃ പ്രിയചേഷ്ടിതം. ഭഗവാനപി സംപ്രാപ്തോ രാമാക്രൂരയുധോ നൃപ രഥേന വായുവേഗേന കാളിന്ദീം അഗനാശിനീം. തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോ രഥമാവിശത്. അക്രൂരസ്ഥൗ ഉപാമന്ത്ര്യ നിവേശ്യ ചരഥോപരി കാളിന്ദ്യാഹ്രദമാഗത്യ സ്നാനം വിധിവദാചരത്. നിമജ്ജ തസ്മിൻ സലിലെ ജപൻ ബ്രഹ്മസനാതനം താവേവ ദദൃശ ക്രൂരോ രാമകൃഷ്ണൗ സമന്വിതൗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തൗ രഥസ്ഥൗ കഥമിഹ സുതൗ ആനഗദുന്ദുഭേഃ തർഹി സ്വേത്സ്യന്തനേന സ്തഃ ഇത്യുന്മജ്യ വ്യചഷ്ടസഃ. തത്രാപി ച യദാ പൂർവമാസീനൗ പുനരേവ സഃ ന്യമഞ്ജദ്ദർശനം ജന്മേ മൃഷാ കിം സലിലേ തയോഃ. ഭൂയസ്തത്രാപി സോദ്രാക്ഷീ സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണ ഗന്ധർവൈരസുരൈർനതകന്ദരൈഃ. സഹസ്രശിരസം ദേവം സഹസ്രഭണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈശ്വേതമിവ സ്ഥിതം. തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മഭദ്രാരുണേക്ഷണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം സുബ്രൂന്നസം ചാരുകർണം സുകപോലാരുണാധരം. പ്രലംബപീവരഭുജം തുംഗാംസോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമത്പല്ലവോദരം. ബൃഹത്കടിതടശ്രോണികരബോരു ദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഘായുഗള സംയുതം. തുംഗഗുൽഭാരുണനഗ വ്രാതദീതിഭിർവൃതം നവാങ്കുല്യങ്കുഷ്ടദളൈർവിലസത്പാദപങ്കജം. സുമഹാർഹ മണിവ്രാത കിരീട കടകങ്കദൈഃ കടിസൂത്ര ബ്രഹ്മസൂത്രഹാര നൂപുരകുണ്ടലൈഃ വ്രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസംഭ്രാജത് കൗസ്തുഭം വനമാലിനം. സുനന്ദനന്ദപ്രമുഖൈഃ പാർഷദൈഃ സനകാദിഭിഃ സുരേശൈർബ്രഹ്മരുദ്രാദ്യൈർനവഭിശ്ചദ്വിജോത്തമൈഃ പ്രഹ്ലാദനാരദ വസുപ്രമുഖൈർഭാഗവതോത്തമൈഃ സ്തൂയമാനം പൃഥഗ്ഭാവൈഃ വചോഭിരമലാത്മഭിഃ. ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്യാ തുഷ്ട്യാ ഇളയോർജ്വയാം
വിദ്യയാ ശക്ത്യാ മായയാ ച നിഷേവിതം വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുധഃ ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചനഃ ഗിരാഗദ്ഗതയാസ്തൗഷീത് സത്വമാലംബ്യ സത്വതഃ പ്രണമ്യ മൂർധ്നാവഹിതഃ കൃതാഞ്ജലിപുടശനൈഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനേ ഏകോനചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അപ്പോൾ വൈകി വന്ന എല്ലാവർക്കും ഒരിക്കൽക്കുള്ള നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ദശമസ്കന്ധം 39-ാം അധ്യായം. ഭഗവത് അക്രൂര സംവാദം. ഗോപികളുടെ താപം, അവരുടെ വിലാപം, അതുപോലെ ഭഗവാന്റെ അക്രൂരനോടുകൂടിയുള്ള പ്രതിയാനം, അക്രൂര പ്രതിയാനം, ഭഗവത് അഭിയാനം. എവിടൊക്കെ? മധുരാപുരിയിലേക്ക്. അക്രൂരസ്യ വൈകുണ്ഠ ദർശനം. ഇതൊക്കെയാണ് ഈ വായിച്ച 57 ശ്ലോകങ്ങളിലെ വിഷയം. അപ്പോൾ നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. എന്തായാലും ഇനി 38-ാം ശ്ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. അക്രൂരനെ ഗോകുലത്തിൽ രാമകൃഷ്ണന്മാർ സൽക്കരിച്ച് സ്വീകരിക്കുന്നതാണ് കണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദശമസ്കന്ധേ ഏകോനചത്വാരിംശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. സുഖോപവിഷ്ടഃ പര്യങ്കേ രാമകൃഷ്ണോരുമാനിതഃ ലേഭേ മനോരഥാൻ സർവാൻ പതിയാൻ സചകാരഃ. ശ്രീശുക ഉവാച. സുഖോപവിഷ്ടഃ പര്യങ്കേ രാമകൃഷ്ണോരുമാനിതഃ ലേഭേ മനോരഥാൻ സർവാൻ പതിയാൻ സചകാരഃ. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അക്രൂരദൂത് തുടരുകയാണ്. സുഖോപവിഷ്ടഃ, സുഖമായി ഉപവിഷ്ടനായി ഇരുന്നവനായി. ആര്? ആ അക്രൂരഃ. എവിടെയാണ് ഇരിക്കുന്നത്? പര്യങ്കേ, നല്ലൊരു മഞ്ചത്തിൽ പിടിച്ചിരുത്തി. അതിഥിയെ ഏറ്റവും ശ്രേഷ്ഠമായ ആസനത്തിൽ ഇരുത്തണം. അപ്പോൾ ഇദ്ദേഹം വളരെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തിയാണ്, പ്രത്യേകിച്ച് ചെറിയച്ഛനുമാണ്. അപ്പോൾ ഗുരുതുല്യനാണ്. അതുകൊണ്ട് ആ അതിഥിയെ രാമകൃഷ്ണന്മാര് പര്യങ്കത്തിൽ സുഖോപവിഷ്ടനാക്കി. പര്യങ്കേ സുഖോപവിഷ്ടഃ. രാമകൃഷ്ണ ഉരുമാനിതഃ, രാമകൃഷ്ണന്മാരാൽ ബഹുമാനിതഃ. ഉരു എന്നാൽ ബഹു, നല്ലതുപോലെ മാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെട്ടു, സൽക്കരിക്കപ്പെട്ടു എന്നർത്ഥം. അപ്പൊ വേണ്ടതുപോലെ എല്ലാ മര്യാദകളും ചെയ്ത് രാമകൃഷ്ണന്മാര് അക്രൂരനെ പൂജിച്ചു, അതിഥി പൂജ ചെയ്തു. അങ്ങനെ ഒരു മാനിതനായിട്ടുള്ള സഹ അക്രൂരഃ പതിയാൻ മനോരഥാൻ സകാര സർവാൻ ലേഭേഹ. പതി എന്ന് പറഞ്ഞാൽ പന്താവിൽ, മാർഗത്തിൽ. യാൻ മനോരഥാൻ സകാര, ഏതേത് മനോരഥങ്ങളെ ചെയ്തുവോ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് സങ്കല്പങ്ങൾ ഉണ്ടായത്, അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഭാവനയിൽ കണ്ടത്, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഗോകുലത്തിൽ വന്ന് ചേരുമ്പോൾ രാമകൃഷ്ണന്മാർ എങ്ങനെയൊക്കെയാണ് തന്നെ സ്വീകരിക്കുക, ആ സമാഗമം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ചിരുന്നു, മനോരഥം കണ്ടിരുന്നു.
അതെല്ലാം അതുപോലെ സംഭവിച്ചു. സർവാൻ ലേബേ, എല്ലാം ലഭിച്ചു, ഒന്ന് വിടാതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കല്പങ്ങളെല്ലാം സത്യമായി തീർന്നു. ഉത്തമ ഭക്തനായിട്ടുള്ള മഹാത്മാവായതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെയെല്ലാം സാധിച്ചു കൊടുത്തു എന്നർത്ഥം. അദ്ദേഹത്തിന് ഇപ്പൊ എന്താ വലിയ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? വന്നിട്ട് കുറെ ധനം സമ്പാദിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുറെ രാജ്യങ്ങൾ സ്വന്തമായി കിട്ടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൗഭാഗ്യങ്ങൾ, അങ്ങനെയുള്ള ഒന്നും, ഭൗതികമായിട്ടുള്ള ഒന്നുമല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. ആ രാമകൃഷ്ണന്മാരുമായിട്ടുള്ള ഒരു സ്നേഹത്തോടു കൂടിയതായിട്ടുള്ള, വാത്സല്യത്തോടു കൂടിയതായിട്ടുള്ള ഒരു സൽക്കാരം, ഒരു സമാഗമം, അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആ ഒരു ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ഭഗവാൻ സാധിച്ചു കൊടുത്തു. യോഗക്ഷേമം വഹാമ്യഹം എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭഗവാൻ തന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ യോഗക്ഷേമത്തെ നടത്തിക്കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഹ എന്ന് ശുഖബ്രഹ്മർഷി പോലും ഒരു ആശ്ചര്യ ചിഹ്നം പോലെ, ആശ്ചര്യം അദ്ദേഹം വിചാരിച്ചു അതൊക്കെ നടന്നു. അപ്പോ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തി സത്യമാണെങ്കിൽ, ഇത് സത്യമാണ്, ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ, സങ്കല്പിക്കുന്ന കാര്യങ്ങളൊക്കെ, അങ്ങനെ ഭക്തിയുള്ളവർക്ക് അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ചിന്തയോ, അല്ലെങ്കിൽ കുറെ അത്യാഗ്രഹങ്ങൾ, ധനമോ സ്ഥാനമാനങ്ങളോ മറ്റു ഭോഗങ്ങളോ അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളോ, ഇങ്ങനെയുള്ളതൊന്നും തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. വളരെ സാത്വികവും ധാർമ്മികവുമായിട്ടുള്ള എന്തെങ്കിലും സങ്കല്പങ്ങളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളതെല്ലാം ഭഗവാൻ സാധിച്ചു കൊടുക്കും എന്നുള്ളതിൻ്റെ ആ ഒരു ദൃഷ്ടാന്തമാണ് ഈ അക്രൂരന്റെ കഥ. അല്ലാതെ നമ്മൾ സ്വയം ഭക്തനാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഭക്തന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അതും നമ്മുടെ ലക്ഷണങ്ങളുമായിട്ട് ടാലി ആവുണ്ടോ എന്ന് ആദ്യം നോക്കണം. അല്ലാതെ നമ്മൾ സ്വയം കുറെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ടോ, കുറെ മാലകൾ ധരിച്ചത് കൊണ്ടോ, കുറെ ഭസ്മമോ ചന്ദനമോ ഒക്കെ വാരി പൂശിയത് കൊണ്ടോ, കുറെ ക്ഷേത്രങ്ങളിലേക്ക് ഓടി ഓടി നടന്നതുകൊണ്ടോ, കുറെ വഴിപാടുകൾ ചെയ്തതുകൊണ്ടോ, അതൊന്നുമല്ല ലക്ഷണങ്ങൾ. ഇതൊന്നും ലക്ഷണങ്ങളായിട്ട് എവിടെയും ഭക്തിശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുമില്ല. ഒരു ഭക്തന്റെ ലക്ഷണം ഇതൊക്കെയാണ് കേട്ടോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ സ്വയം അങ്ങോട്ട് ഒരു ലക്ഷണം തീരുമാനിച്ചിട്ട് അങ്ങോട്ട് ഞാൻ ഭക്ത ശിരോമണിയാണ് എന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല, നടക്കില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഭഗവാൻ ഒന്നും സാധിച്ചു തന്നില്ല എന്ന് അവലാതി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിൽ അല്പം പോലും നിങ്ങൾ ഒത്തുപോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിന് ഭഗവാൻ എല്ലാം കോംപ്രമൈസ് ചെയ്ത് വഴങ്ങിത്തരണമോ? നടപ്പില്ല. അപ്പൊ ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഭഗവാനോടുള്ള പ്രേമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചിരിക്കും. നാരായണ. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണം, കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ തഥാപി തത്പരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ തഥാപി തത്പരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. ഹേ രാജൻ, പരീക്ഷിത് രാജാവേ, ശ്രീനികേതനെ ഭഗവതി പ്രസന്നേ കിം അലഭ്യം. ശ്രീനികേതനാണ് ഭഗവാൻ. ശ്രീ ആരിൽ നികേതനമായിരിക്കുന്നുവോ, നികേതനം വാസസ്ഥാനം. അപ്പൊ ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമാണ് എന്ത്? ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ മാറിടം.
അപ്പൊ ലക്ഷ്മി ഭഗവാനിൽ സന്നിഹിതയായിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവതി പ്രസന്നേ സതി, ആ ഭഗവാൻ പ്രസന്നനായിരിക്കെ, ആ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ കിം അലഭ്യം, എന്താണ് ലഭിക്കാൻ പറ്റാത്തത്? ആ ശ്രീനിവാസൻ പ്രസന്നനായി കഴിഞ്ഞാൽ ഒന്നും അലഭ്യമായിട്ട് ഇല്ല. കാരണം ഈ ലോകമേ അദ്ദേഹത്തിൻ്റെതാണ്, ഈ ലോകത്തിലുള്ള സർവ്വ ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെതാണ്. ആ ഭഗവാൻ നമ്മുടെ നേരെ പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം വാരിക്കോരി നൽകും. അപ്പോ കിം അലഭ്യം തഥാപി തത്പരാഹ കിഞ്ചന നഹി വാഞ്ചന്തി, അതാണ് സത്യം. തഥാപി, അങ്ങനെ ഇരിക്കെ ഭഗവാൻ പ്രസന്നനായി കഴിഞ്ഞാൽ എല്ലാം വാരിക്കോരി തരുമെങ്കിലും തൽപരാഹ, തൽപരാഹ ഭഗവൽപരാഹ, ഭഗവാനെ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർ, ഭഗവാന്റെ സ്ത്രീയെ വേണ്ട, ഭഗവാനിൽ നിന്ന് സൗഭാഗ്യങ്ങളൊന്നും വേണ്ട, ഭഗവാനെ മതി, ഭഗവാന്റെ പാദഭക്തി മതി, അതാണ് തൽപര എന്ന് പറയുന്നത്. തൽപരന്മാർ, ഭഗവാനിൽ തന്നെ താല്പര്യമുള്ളവർ, കിഞ്ചന നഹി വാഞ്ചന്തി, ഭഗവാനിൽ നിന്ന് ഒന്നും തന്നെ വാഞ്ചിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അവർക്ക് മറ്റ് ഭൗതികങ്ങളായ ഒരാഗ്രഹങ്ങളും ഇല്ല. ഭഗവാനെ മതി, ഭഗവാന്റെ പ്രേമം മതി, ഭഗവാന്റെ അനുഗ്രഹം മതി. ആ ഭഗവാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിലേക്ക് തന്നെയും കൂടി ഒന്ന് ചേർത്താൽ മതി, വേറൊന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇതാണ് ഭക്തന്മാരുടെ, യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവം. അവർ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കും. ഇപ്പൊ കുചേലൻ പോലും ഭാര്യയുടെ നിർബന്ധത്തിന് പോയതാണെങ്കിൽ പോലും ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചില്ല. ധ്രുവൻ ആഗ്രഹിച്ചുകൊണ്ട് പോയി, പക്ഷെ ഭഗവാൻ വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ധ്രുവന് തന്നെ സ്വയം അവജ്ഞ തോന്നി. ഹയ്യേ, എന്ത് വിഡ്ഢിത്തരമാണ് എനിക്ക് പറ്റിയത്, എല്ലാം തരുന്ന ഭഗവാൻ തന്നെ തന്നെ തരാൻ തയ്യാറായിരിക്കെ ആ ഭവച്ഛിതനായ ഭഗവാനോട് ഞാൻ ഭവത്തെയല്ലേ യാചിച്ചു വാങ്ങിയത്, നശിച്ചു പോകുന്നതായിട്ടുള്ള സുഖങ്ങളെയല്ലേ താൻ ചോദിച്ചു മേടിച്ചത്, സംസാര ദുഃഖങ്ങളെയല്ലേ താൻ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചത്, എന്തൊരു വിഡ്ഢിയാണ് താനെന്ന് സ്വയം ചിന്തിച്ചു. പ്രഹ്ലാദനെ പോലെയുള്ള ആളുകളോ ഭഗവാൻ എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും ഭഗവാനെ എന്നെ പ്രലോഭിപ്പിക്കല്ലേ, ഞാൻ അല്ലെങ്കിൽ തന്നെ അസുര ജന്മമാണ്, വേണ്ടാത്തതിലൊക്കെ ചിന്ത പോയി കളയും, അതുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കല്ലേ, എനിക്കാകെ അങ്ങയോട് ചോദിക്കാനുള്ളത് അങ്ങ് എന്തെങ്കിലും വരം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ യാതൊരു ആഗ്രഹങ്ങളും പൊട്ടിമുളയ്ക്കാതിരിക്കാൻ, അല്ലേ, കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേ വരം, കാമങ്ങൾ ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കാതിരിക്കാൻ, അതാണ് ഞാൻ അങ്ങയിൽ നിന്ന് വരമായി യാചിക്കുന്നത്. ഇതാണ് ഉത്തമ ഭക്തന്മാരുടെയൊക്കെ ലക്ഷണം. അല്ലാതെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വലിയൊരു ലിസ്റ്റുമായിട്ട് ഇത് കഴിഞ്ഞാൽ അത്, ഇത് കഴിഞ്ഞാൽ അത്, എന്നതൊക്കെയാണ് പ്രയോറിറ്റി, അത് കഴിഞ്ഞ് അടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ ലിസ്റ്റ് കൊടുക്കുന്നവരെയൊക്കെ ഭഗവാൻ ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണ്? അർത്ഥാർത്ഥി. അവൻ ഭഗവാന്റെ മുമ്പിൽ ഒരു ഇൻഫീരിയർ ഭക്തനാണ്. ഉത്തമ ഭക്തന്മാരുടെ മുമ്പിൽ അവൻ അർത്ഥാർത്ഥി ഭക്തനാണ്, ഒരു മധ്യമ ഭക്തൻ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ അക്രൂരൻ യാതൊന്നും ഭഗവാനിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഭൗതികമായ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. വേണ്ടത് അദ്ദേഹം ഭഗവാന്റെ സൽക്കാരം മാത്രമാണ് ആഗ്രഹിച്ചത്, അത് സാധിച്ചു. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ തഥാപി തത്പരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുതഃ സുഹൃൽ സുവൃത്തം കംസസ്യ പപ്രച്ഛാന്യചികീർഷിതം. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുതഃ സുഹൃൽ സുവൃത്തം കംസസ്യ പപ്രച്ഛ അന്യചികീർഷിതം. സായന്തന അശനം, അതാണ് സായന്തനാശനം. അശനമാണ് അവിടെ, നാശനമല്ല. സായന്തന പ്ലസ് അശനം, സായന്തനാശനം. അപ്പൊ സായാഹ്നത്തിൽ കഴിക്കുന്നതായിട്ടുള്ള ഭക്ഷണം, ഡിന്നർ നമ്മുടെ ഭാഷയിൽ.
ആ സായാഹ്ന ഭക്ഷണത്തെ കൃത്വ ചെയ്തിട്ട് ഭഗവാൻ ദേവകീ സുതഃ. അപ്പോൾ അക്രൂരനെ ആദ്യം സൽക്കരിച്ചു, അതിനുശേഷം ഏട്ടനും അനിയനും ഒക്കെ ഭക്ഷണം കഴിച്ചു. ദേവകീ സുതഃ ഭഗവാൻ സുഹൃത്സു കംസസ്യ വൃത്തം. സുഹൃത്സു തന്റെ ബന്ധുക്കളായിരിക്കുന്ന അച്ഛനമ്മമാരൊക്കെ അവിടെയുണ്ട് അല്ലേ? വസുദേവരും ദേവകിയും അതുപോലെ തന്നെ യാദവന്മാര് പലരും ഉണ്ട് ബന്ധുക്കൾ. അവരെ സംബന്ധിച്ച് അതാണ് സുഹൃത്സു എന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളിൽ കംസസ്യ വൃത്തം, കംസൻ എങ്ങനെയാണ് വർത്തിക്കുന്നത്, തൻ്റെ സുഹൃത്തുക്കളുടെ നേരെ കംസൻ എങ്ങനെ വർത്തിക്കുന്നു അല്ലേ? ഹൗ കംസ ബിഹേവ്സ് ടു ഹിസ് റിലേറ്റീവ്സ്, അതാണ് ഇവിടുത്തെ വിഷയം. സുഹൃത്സു കംസസ്യ വൃത്തം. അതുപോലെ അന്യചികീർഷിതം പപ്രച്ച, അന്യത് മറ്റു ചില ചികീർഷിതം ചെയ്യാൻ ഉള്ള ആഗ്രഹങ്ങൾ, അഥവാ അക്രൂരൻ എന്തുദ്ദേശിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അക്രൂരന് വേണ്ടി താൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് വേണ്ടിയോ മറ്റ് യാദവന്മാർക്ക് വേണ്ടിയോ താൻ എന്താണ് ചെയ്യേണ്ടത്, ലോകത്തിന് വേണ്ടി താൻ എന്താണ് ചെയ്യേണ്ടത്, ഇപ്രകാരം തൻ്റെ കർത്തവ്യം എന്താണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നുള്ളതാണ് ചികീർഷിതം. അപ്പോൾ അതിനെക്കുറിച്ചും പപ്രച്ച പ്രശ്നം കൃതവാൻ, ചോദ്യങ്ങളെ ചോദിച്ചു എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം വിശദമായിട്ട് ഇനി ചോദിക്കുന്നു ശ്രീ ഭഗവാൻ. അപ്പോൾ ഭക്ഷണാദികൾ കഴിഞ്ഞ് സ്വകാര്യമായിട്ടാണ് ഭഗവാന്റെ ഈ സംഭാഷണം. എനിക്ക് തോന്നുന്നു ബലരാമസ്വാമി പോലും അടുത്തുണ്ടോ എന്ന് സംശയമാണ്. ആ രീതിയിലാണ് ഭാഷണം പോകുന്നത്. കാരണം ബലരാമസ്വാമിക്ക് പോലും കൃഷ്ണൻ വസുദേവ പുത്രനാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള അറിവുണ്ടോ എന്നെവിടെയും പറഞ്ഞില്ല. ബലരാമസ്വാമി കൃഷ്ണന്റെ ഭഗവാന്റെ അംശമാണ്, അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ കഥാസന്ദർഭത്തിൽ അദ്ദേഹത്തോട് ആരും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിട്ട് കാണുന്നില്ല നമ്മൾ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ ഒരു ആശ്ചര്യമായിട്ടുള്ള വിഷയമായിരിക്കാം. അതുകൊണ്ട് ബലരാമസ്വാമി അടുത്തുണ്ടോ എന്നുള്ളത് സൂചനയില്ല. നന്ദൻ ഒട്ടുമില്ല, ദേവകിയോ മറ്റുള്ളവരോ ആരും തന്നെ അടുത്തേ ഇല്ല. അങ്ങനെയുള്ള ഒരു സ്വകാര്യ സംഭാഷണം പോലെയാണ് ഭഗവാൻ അക്രൂരനോട് ഭാഷണം ചെയ്യുന്നത്. ശ്രീ ഭഗവാനുവാച താത സൗമ്യാഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തു വഃ അപി സ്വജ്ഞാതിബന്ധൂനാം അനമീവം അനാമയം. ശ്രീ ഭഗവാനുവാച താത സൗമ്യാഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തു വഃ അപി സ്വജ്ഞാതിബന്ധൂനാം അനമീവം അനാമയം. താത സൗമ്യ രണ്ട് സംബോധനയാണ്. താത എന്നുള്ളത് പിതൃതുല്യനായിരിക്കുന്നവനെ, എൻ്റെ പിതൃവ്യനായിരിക്കുന്നവനെ, പ്രിയപ്പെട്ടവനെ എന്നും, സൗമ്യ എന്നുള്ളത് നല്ല മൃദുവായ സ്വഭാവത്തോടു കൂടിയവനെ, സുശീലനായിരിക്കുന്നവനെ എന്നൊക്കെ അർത്ഥത്തില് സൗമ്യ. സ്വാഗതം, അങ്ങ് വന്നത് വളരെ നല്ല കാര്യം. സുഷ്ടു ആഗതം, നന്നായി വന്നത്. ആഗത, അങ്ങ് അങ്ങനെ സ്വാഗതമായിട്ട് ആഗതനായി, അങ്ങക്ക് വരാൻ തോന്നിയല്ലോ, വളരെ സന്തോഷം. ഭദ്രം വഹ അസ്തു, വഹ ഭദ്രമസ്തു, യുഷ്മാകം ഭദ്രമസ്തു, അങ്ങേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക്, ബഹുവചനത്തില് അങ്ങേക്കും അങ്ങയുടെ വേണ്ടപ്പെട്ടവർക്കുമെല്ലാം മംഗളം ഭവിക്കട്ടെ, ഭദ്രമസ്തു. ഇനി ചോദ്യം ആരംഭിക്കുകയാണ്. സ്വജ്ഞാതിബന്ധൂനാം അപി അനമീവം അപി അനാമയം കച്ചിത്. കച്ചിത് എന്നുള്ള ചോദ്യമാണ് അല്ലേ? എന്താ അല്ലേ? സ്വജ്ഞാതിബന്ധൂന. അപ്പൊ സ്വജ്ഞാതിബന്ധൂന എന്ന് പറഞ്ഞാല് ഭഗവാൻ തന്റെ ജ്ഞാതി ബന്ധുക്കളെ കുറിച്ച് ചോദിക്കുക തന്നെയാണ്. അത് അക്രൂരനോട് ചോദിക്കുമ്പോൾ അക്രൂരന്റെ ജ്ഞാതി ബന്ധുക്കൾക്ക് സുഖം തന്നെയാണോ എന്ന് ചോദിക്കും പോലെ രണ്ടുപേരുടെയും ജ്ഞാതി ബന്ധുക്കൾ ഒന്നായതുകൊണ്ട് ഇനി ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ പോലും അവർക്ക് മനസ്സിലാവുമൊന്നുമില്ല അല്ലേ? ഭഗവാന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവില്ല. പക്ഷെ അക്രൂരൻ പറയുമ്പോഴും ആ രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന് കാര്യം മനസ്സിലാവുകയും ചെയ്യും. അപ്പോ സ്വജ്ഞാതിബന്ധൂനാം, അങ്ങയുടെ ബന്ധുക്കൾക്ക്, ജ്ഞാതികൾ എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ളവർ അല്ലെങ്കിൽ മരണശേഷം ക്രിയ ചെയ്യേണ്ടവർ, പിണ്ടാദി
ദാനം ചെയ്യേണ്ടവരാണ് ജ്ഞാതികൾ. നമ്മൾ ആർക്കൊക്കെ നമുക്ക് രക്തബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആരെല്ലാം മരിച്ചാൽ നമ്മൾ പിണ്ടം, ഉദകം മുതലായ ക്രിയകൾ ചെയ്യണോ, അവരാണ് ജ്ഞാതികൾ. മറ്റ് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സംബന്ധത്തിലൂടെ വന്ന, വിവാഹാദി ബന്ധങ്ങളിലൂടെയൊക്കെ വന്ന റിലേഷൻഷിപ്സ്. അതിപ്പോൾ നമ്മുടെ വിവാഹത്തിലൂടെ ആവാം, നമ്മുടെ അച്ഛൻ്റെ വിവാഹത്തിലൂടെ, അല്ലെങ്കിൽ അമ്മയുടെ വിവാഹത്തിലൂടെ, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ളതായിട്ടുള്ള ബന്ധങ്ങളിലൂടെ വന്നിട്ടുള്ളത് ബന്ധുക്കൾ, മറ്റ് റിലേറ്റീവ്സ്. അപ്പോൾ അവരുടെ എല്ലാം കാര്യങ്ങൾ സുഖം തന്നെയല്ലേ? സുഹൃത്തുക്കൾക്കും ജ്ഞാതികൾക്കും ബന്ധുക്കൾക്കുമെല്ലാം സുഖം തന്നെയല്ലേ? അപ്പി അനീമവം അനമീവം. അമീവം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. അനമീവം അപി, അനമീവം എന്ന് പറഞ്ഞാൽ ദുഃഖരഹിതമായ അവസ്ഥയാണ് അനമീവം. അമീവം ദുഃഖം, അനമീവം അതിന്റെ ഓപ്പോസിറ്റ് ദുഃഖമില്ലല്ലോ എന്നാണ് ചോദ്യം. അനാമയം, ആമയം ദുഃഖമാണ്, രോഗാദി ദുരിതങ്ങളാണ്. അനാമയം അതില്ലാത്ത അവസ്ഥ. അപ്പൊ അനാമയം ഗച്ഛിത്, ഗച്ഛിത് എന്നുള്ളതും അപി എന്നുള്ളതും ചോദ്യ രൂപങ്ങളാണ്. അനമീവം അപി, ദുഃഖമൊന്നുമില്ലല്ലോ. അനാമയം ഗച്ഛിത്, ആമയങ്ങളൊന്നുമില്ലല്ലോ, ദുരിതങ്ങളൊന്നുമില്ലല്ലോ, സുഖം തന്നെയല്ലേ എന്ന് ആ ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. താതാ സൗമ്യ ആഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തുവഃ അപി സ്വജ്ഞാതിബന്ധൂനാം അനമീവം അനാമയം കിം नु നഃ കുശലം പൃച്ഛേ ഏധമാനേ കുലാമയേ കംസേ മാതുലനാമ്യംഗ സ്വാനാം നഃ തത്പ്രജാസു ച കിം नु നഃ കുശലം പൃച്ഛേ ഏധമാനേ കുലാമയേ കംസേ മാതുലനാമ്യംഗ സ്വാനാം നസ്തത്പ്രജാസു ച. ഇവിടെ കംസനെ മാതുല നാമ എന്ന് പറയുന്നുണ്ട്. അമ്മാമനെന്ന് പേരുള്ള അറിയപ്പെടുന്ന ആ കംസൻ എന്ന് പറയുമ്പോൾ അല്ലേ, സ്വന്തം അമ്മാവൻ എന്നുള്ളത് വെളിവാക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വേറെ ആരും സമീപത്തില് ഉണ്ടാവുകയില്ല. ഇനി അല്ലെങ്കിൽ ബലരാമന്റെ അമ്മാമൻ എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിച്ച് പറയണം. അദ്ദേഹത്തിന്റെ അമ്മാമനായിട്ടുള്ള കംസൻ അവിടെ മഹാദുഷ്ടനായിട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സുഖം തന്നെയാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത് എന്നാ ചോദിക്കുന്നത്. അതാണ് ഹേ അംഗ, അല്ലയോ പൂജ്യനായ അക്രൂര, നഹ മാതുല നാംനി കംസേ കുലാമയേ ഏധമാനേ. നഹ അസ്മാകം മാതുല നാംനി, മാതുലനെന്ന് നാമാവോട് കൂടിയ പേരോട് കൂടിയ കംസേ, ആ കംസനാകുന്ന കുലാമയേ ഏതമാനേ, കുലത്തിന്റെ ആമയം, കുലത്തെ മുടിക്കാനുള്ള രോഗം, ആ വംശത്തിന് ബാധിച്ച ഒരു ക്യാൻസർ പോലെ ഒരു രോഗമാണ് ആര്? കംസൻ. അതാണ് കുലാമയനായിട്ട് അവനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കുലത്തിന് ബാധിക്കപ്പെട്ട ആമയം, വംശത്തെ മുടിക്കാൻ വന്നവൻ. ഏധമാനി, അവൻ വർദ്ധിച്ചിരിക്കുകയാണ്, അവനിങ്ങനെ എന്താ പറയുക, പൊങ്ങിയിരിക്കുകയാണ്. അവന്റെ നല്ല കാലമാണിപ്പോ. അപ്പൊ ഏധമാനി വർദ്ധിച്ചിരിക്കുമ്പോൾ നഹസ്വാനാം തത് പ്രജാസുച കുശലം കിന്നു പൃച്ഛേ. നഹസ്വാന, നമ്മുടെ സ്വകീയന്മാരായിട്ടുള്ള ബന്ധുക്കളുടെ തൽ പ്രജാസു, അവന്റെ പ്രജകളുടെ കാര്യത്തിലും, കംസന്റെ പ്രജകളുടെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും കുശലം കിന്നു പൃച്ഛേ. എന്ത് കുശലം ചോദിക്കാനാണ്? എന്താ ഇപ്പൊ ചോദിക്കുക? അത്രയും ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാൾ എല്ലാവരെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഖം തന്നെയോ എന്ന് ചോദിക്കുന്നത് വളരെ പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നറിയാം അല്ലേ. ഒരാൾ രോഗം ബാധിച്ചിരിക്കുമ്പോൾ നല്ല രോഗപീഠകളെ കൊണ്ട് നിലവിളിച്ച് കരയുന്നു. ആശുപത്രിയിൽ ICU പോലെയുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ചോദിക്കണം സുഖം തന്നെയോ എന്ന്. നല്ല സുഖമാണ് അല്ലേ. അതുപോലെ സ്ത്രീകൾ പ്രസവിച്ച് ആ പ്രസവ വേദനയൊക്കെ അനുഭവിച്ച് കിടക്കുമ്പോൾ അടുത്ത് എന്ന് ചോദിക്കുക സുഖപ്രസവമായിരുന്നു ഇല്ലേ എന്ന്. അപ്പൊ അവര് ചോദിക്കുക ആർക്ക് സുഖം എന്ന് അല്ലേ. പ്രസവം സുഖമുള്ള കാര്യമാണോ പ്രസവിക്കുന്ന സമയത്ത്? ഒട്ടുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അസ്ഥാനത്താണ്, അനൗചിത്യമാണ്.
അവരനുഭവിച്ച വേദനകൾ, കഷ്ടങ്ങൾ, അതിനെയൊക്കെ ആശ്വസിപ്പിക്കാം നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞ്. അല്ലാതെ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതുപോലെ ഈ കുലാമയ വംശത്തെ മുടിക്കാനായി വന്നിരിക്കുന്ന രോഗം അവനിങ്ങനെ വർദ്ധിച്ചിരിക്കുമ്പോൾ ഈ കുലത്തിന് അവിടെയുള്ള ബന്ധുക്കൾക്കൊക്കെ സുഖം തന്നെയെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അഹോ അസ്മദഭൂരി പിത്രോർവ്രജിനമാര്യയോ യദ്ഹേദോ പുത്രമരണം യദ്ഹേദോ ബന്ധനം തയോ. അഹോ അസ്മദഭൂരി പിത്രോർവ്രജിനമാര്യയോ യദ്ഹേദോ പുത്രമരണം യദ്ഹേദോർബന്ധനം തയോ. ഇപ്പൊ ഇവിടെ സ്വന്തം കാര്യം തന്നെയാണ് വ്യക്തമായി പറയുന്നത്. അതാണ് അഹോ കഷ്ടം തന്നെ. എന്താ കഷ്ടം? പിത്രോഹോ അസ്മത് ഭൂരി വ്രജിനം അഭൂത്. പിത്രോഹോ, ആരാ പിത്രോഹോ? എൻ്റെ മാതാപിതാക്കൾക്ക്, ദേവകീ വസുദേവന്മാർക്ക് രണ്ടുപേർക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് പിത്രോഹോ. ദേവകീ വസുദേവയോഹോ, അവർ രണ്ടുപേർക്കും അസ്മദ്, അസ്മദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹേതുവായിട്ട് എന്ന് പഞ്ചമി അർത്ഥം. ഞങ്ങൾ കാരണമായിട്ട്, ഞങ്ങൾ നിമിത്തമായിട്ട്. ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. വേണമെങ്കിൽ ബലരാമനെയും കൂടി കൂട്ടാം. അവിടെ ഭഗവാൻ തന്നെയാണ് കാരണം. അപ്പൊ അസ്മദ്, ഞാൻ കാരണമായിട്ട് ഭൂരി വ്രജിനമഭൂത്. ഭൂരി വളരെയധികം, വ്രജിനം, വ്രജിനം എന്ന് പറഞ്ഞാൽ ദുരിതം എന്നർത്ഥത്തിൽ. പാപമാണ് വ്രജിനം. ഇവിടെ കഷ്ടങ്ങൾ, പാപഫലമായിട്ടുള്ള കഷ്ടങ്ങളാണ്, ദുരിതങ്ങളാണ്. അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങൾ കാരണമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അഭൂത്, ഭവിച്ചു. യദ് ഹേതോഹോ തയോഹോ പുത്രമരണം. യദ് ഹേതോഹോ, യദ് ഹേതോഹോ, യാതൊന്ന് കാരണമായിട്ട് എന്നല്ല, ഞങ്ങൾ കാരണമായിട്ട്, ഞാൻ കാരണമായിട്ട്. തയോഹോ, അവർ രണ്ടുപേരെടുക്കും എന്തുണ്ടായി? പുത്രമരണം, പുത്രന്മാർ മരിച്ചു. 6 പുത്രന്മാരെ ആ കംസൻ ക്രൂരമായി കൊന്നുകളഞ്ഞു. ആര് കാരണം? യദ് ഹേതോഹോ, ഈ ഞാൻ കാരണമായിട്ട്. അപ്പോൾ അതുപോലെ യദ് ഹേതോഹോ ബന്ധനം അഭൂത്. യാതൊരുവൻ കാരണമായിട്ടാണോ അവർക്ക് കാരാഗൃഹ ബന്ധനവും വന്നു ചേർന്നത്. അഹോ അഹോ കഷ്ടം കഷ്ടം കഷ്ടം. അപ്പൊ ഞാൻ നിമിത്തമായിട്ടാണ് എൻ്റെ അച്ഛനമ്മമാർക്ക് കംസനിൽ നിന്ന് ഒരുപാട് പീഡകളും കാരാഗൃഹവാസവും മക്കളുടെ വധവും അനുഭവിക്കേണ്ടി വന്നത്. കഷ്ടം 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 എന്ന് ഭഗവാൻ എടുത്തു പറയുകയാണ്. അഹോ അസ്മതഭൂരി പിത്രോർവ്രജിനമാര്യയോഹോ യദ്ഹേതോഹോ പുത്രമരണം യദ്ഹേതോഹോ ബന്ധനം തയോഹോ ദിഷ്ട്യാദ്യദർശനം സ്വാനാം മഹ്യം വഹ സൗമ്യകാംക്ഷിതം സഞ്ജാതം വർണ്യതാം താത തവാഗമന കാരണം. ദിഷ്ട്യാദ്യദർശനം സ്വാനാം മഹ്യം വഹ സൗമ്യകാംക്ഷിതം സഞ്ജാതം വർണ്യതാം താത തവാഗമന കാരണം. ഇപ്പോ അങ്ങേ കണ്ടത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയുന്നതാണ്. ഹേ സൗമ്യ താത, അല്ലയോ സാധുശീലനായ പിതാവേ, പിതൃതുല്യനായിരിക്കുന്ന ഇളയച്ച. സ്വാനാം വഹ കാംക്ഷിതം ദർശനം ദിഷ്ട്യാ. ദിഷ്ട്യാ, ദിഷ്ട്യാ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട്, മഹാഭാഗ്യം. എന്ത്? സ്വാനാം അങ്ങയുടെ ബന്ധികളായ, സംബന്ധികളായ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബന്ധുക്കളായ, വഹ നിങ്ങളുടെ, അസ്മാകം ബന്ധൂനാം യുവാം എന്നർത്ഥം. വഹ നിങ്ങളുടെ, കാംക്ഷിതം ദർശനം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിട്ടുള്ള ദർശനം, കാംക്ഷിച്ചിരുന്നതായിട്ടുള്ള ദർശനം. എന്തെങ്കിലും പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ കഴിയുമോ എന്നുള്ളതായിട്ടുള്ള ചിന്തയുണ്ടായിരുന്നു. ഇപ്പതാ അങ്ങയെ കണ്ടതോടുകൂടി അതിൽ ഒരു കാര്യം സാധിച്ചിരിക്കുന്നു, അല്ലേ? അങ്ങയൊക്കെ കാണുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നതാണ്. കാംക്ഷിതം ദർശനം ദിഷ്ട്യാ, ഭാഗ്യം കൊണ്ട്. മഹ്യം അദ്യ സഞ്ജാതം, മഹ്യം എനിക്ക്, അദ്യ ഇപ്പോൾ, സഞ്ജാതം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഭാഗ്യം കൊണ്ടാണ് അങ്ങയെപ്പോലൊരു ബന്ധുവിനെ കാണാൻ കഴിഞ്ഞത്. കാണാൻ കഴിയോ എന്നൊക്കെ ശങ്കിച്ചിരിക്കുകയായിരുന്നു, ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. തവ ആഗമന കാരണം വർണ്യതാം. ഇനി
അങ്ങ് ആഗമിക്കാനുണ്ടായ പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും അതിലേക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ഞങ്ങൾ അങ്ങയെ സഹായിക്കേണ്ടത് എന്നുള്ളത് അങ്ങ് വർണ്യതാം. അപ്പോൾ തവ ആഗമന കാരണം വർണ്യതാം, അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വർണ്ണിച്ചാലും ഞങ്ങൾ വേണ്ടത് ചെയ്യാം, ആവുന്നത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഭഗവാന്റെ ഒരു വാഗ്ദാനം കൂടി. അപ്പോൾ അക്രൂരന് ധൈര്യമായി, അക്രൂരൻ ഭഗവാനോട് സ്വകാര്യമായിട്ട് വന്ന കാര്യം പറയുകയാണ്. ശ്രീശുക ഉവാച പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവഃ വൈരാനുബന്ധം യദുഷു വസുദേവവദോദ്യമം. ശ്രീശുക ഉവാച പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവഃ വൈരാനുബന്ധം യദുഷു വസുദേവവധോദ്യമം. അപ്പോൾ ശ്രീശുകൻ തുടരുകയാണ്. ഭഗവതാ പൃഷ്ട മാധവ എന്നുള്ള മാധവൻ എന്നുള്ളത് അക്രൂരനെ വിശേഷിപ്പിച്ചതാണ്. ഭഗവതാ പൃഷ്ട, ഭഗവാനാൽ ചോദ്യം ചെയ്യപ്പെട്ടവൻ, പ്രശ്നം ചെയ്യപ്പെട്ടവനായിട്ടുള്ള മാധവൻ. ഇവിടെ മാധവൻ എന്നത് മധുവംശത്തിൽ ജനിച്ചതുകൊണ്ട്, ഈ യാദവ വംശത്തിലുള്ള അവാന്തര വംശങ്ങളാണ് മധുവംശം, വൃഷ്ണിവംശം, അല്ലെ സാത്വത വംശം, ഇങ്ങനെ പല വംശങ്ങളായിട്ട് അത് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു വംശമാണ് മധുവംശം. ആ മധുവിന്റെ വംശത്തിൽ ജനിച്ചതായിട്ടുള്ള അക്രൂരൻ ഭഗവാനാൽ ഇപ്രകാരം ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ യദുഷു വൈരാനുബന്ധം വസുദേവ വധോദ്യമം സർവം വർണ്ണയാമാസ. അദ്ദേഹം, ആ അക്രൂരൻ, യദുഷു വൈരാനുബന്ധം, യാദവന്മാരുടെ നേരെ ഈ കംസൻ കാണിച്ചു കൂട്ടുന്ന വൈര സ്വഭാവം, അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ, ഏതെല്ലാം തരത്തിലുള്ള പീഡകളാണ് യാദവന്മാർക്ക് കംസൻ ചെയ്യുന്നത്, അതുമാത്രമല്ല അതുപോലെ വസുദേവ വധോദ്യമം, വസുദേവനെ ഈ അടുത്ത ദിവസം വധിക്കാനായിട്ട് പുറപ്പെട്ടു, അല്ലേ, നാരദന്റെ സന്നിധിയിൽ വെച്ച്. അപ്പൊ നാരദനാണത് തടഞ്ഞ് വേറെ വല്ല വഴി നോക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വസുദേവനെ വധിക്കാനുള്ളതായിട്ടുള്ള കോപം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. വസുദേവൻ തന്നെ പറ്റിച്ചു, തന്റെ 8ാമത്തെ മകനെ തനിക്ക് തരാതെ നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തിച്ചു. എന്നിട്ട് അവിടെ നിന്നുള്ള പെൺകുട്ടിയാണ് കൊണ്ടുവന്ന് തന്നെ വഞ്ചിച്ചു കളഞ്ഞത്. അപ്പോൾ ആ വിശ്വാസവഞ്ചന ചെയ്തതായിട്ട് വസുദേവരുടെ നേരെ കംസൻ എന്തെന്നില്ലാത്ത പ്രതികാര ബുദ്ധിയുണ്ട്. എപ്പോൾ വേണമെങ്കിൽ വധിക്കാം. ഇനിയും ഇപ്പോൾ വധിക്കാൻ ഒരുമ്പെട്ടത് നാരദ മഹർഷി തടഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തെ എടുത്തു പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ ആ അച്ഛനോട് കാരുണ്യം തോന്നാനായിട്ട്, വേഗം വരാനായിക്കൊണ്ടുള്ള ഒരു വിദ്യ കൂടി ആണത്. അപ്പോൾ എന്താ പറഞ്ഞത്? വൈരാനുബന്ധം യദുഷു വസുദേവ വധോദ്യമം സർവം വർണ്ണയാമാസ. അതെല്ലാ കാര്യങ്ങളും, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷ്കളങ്കനായ അക്രൂരൻ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞു എന്നർത്ഥം. അപ്പൊ നിഷ്കളങ്കന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയാണ്, അല്ലേ? എവിടെയൊക്കെ എന്തൊക്കെ അവരുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ, അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്നു പറയും എന്നർത്ഥം. പണ്ടത്തെ നാട്ടുംപുറത്തുള്ളതായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്. ഇന്നിപ്പോ സിവിലൈസേഷൻ കൂടി ആരും പരസ്പരം ഒന്നും മിണ്ടാതെയായി, എല്ലാം ഗൂഢമായി വെച്ചുകൊണ്ട് മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പദ്ധതിയെ തകർത്ത് കളയുമോ, പാര വയ്ക്കുമോ എന്നുള്ള പേടിയാണ്. എല്ലാം പരസ്പര പാരകളാണ്. അതുകൊണ്ട് ആരോടും ഒന്നും പറയാൻ കൊള്ളില്ല എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ടൊക്കെ രഹസ്യമാക്കി വെക്കുകയാണ്. പണ്ടത്തെ ആളുകൾ അങ്ങനെയല്ല, നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല. അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയും, വിശ്വാസം പ്രകടിപ്പിക്കും. അപ്പൊ ഇതെല്ലാം അക്രൂരൻ സർവം വർണ്ണയാമാസ. യൽ സന്ദേശോ യദർത്ഥം വാ ദൂതഃ സംപ്രേഷിതഃ സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മ ആനഗദുന്ദുബേഃ. യൽ സന്ദേശോ യദർത്ഥം വാ ദൂതഃ സംപ്രേഷിതഃ സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മാനഗദുന്ദുബേഃ. നാരായണ.
അപ്പോൾ യഥാർത്ഥം യൽ സന്ദേശ ദൂത സ്വയം സംപ്രേഷിത, തന്നെ ദൂതനായിട്ട് പ്രേരിപ്പിക്കപ്പെട്ട് അയക്കപ്പെട്ടത് എന്ത് കാര്യത്തിനായിക്കൊണ്ട്, അതാണ് യഥാർത്ഥം എന്ത് പ്രയോജനത്തിനായി, ഏതൊരു കാര്യത്തിന് വേണ്ടി, യൽ സന്ദേശ ഏതൊരു സന്ദേശത്തോടു കൂടിയിട്ടാണ് ദൂതനായ സ്വയം താൻ തന്നെ സംപ്രേഷിത അയക്കപ്പെട്ടവനായിരിക്കുന്നത്. അപ്പോൾ അക്രൂരനത് മറച്ചു വെക്കാനൊന്നും ആവില്ല. കംസൻ പറഞ്ഞിട്ടുണ്ട് മല്ലയുദ്ധത്തിൽ കുട്ടികളെ കൊല്ലാനാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ധനുർയാഗം കാണാനായി കൊണ്ടാണ് വരുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് കംസൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അക്രൂരൻ നിഷ്കളങ്കനായിട്ടുള്ളത് കൊണ്ട് അക്രൂരൻ എല്ലാ കാര്യവും ഭഗവാനോട് തുറന്നു പറഞ്ഞു. ഏത് കാര്യത്തിനാണ്, ഏത് സന്ദേശം പറഞ്ഞുകൊണ്ടാണ് ദൂതനായി തന്നെ അയച്ചത്, കംസൻ അയച്ചത്, അങ്ങനെയുള്ള കാര്യവും. ആനകദുന്ദുബേഹേ സ്വജന്മം നാരദേന യത് ഉക്തം. ആനകദുന്ദുബേഹേ സ്വജന്മ, ആനകദുന്ദുബിയിൽ നിന്ന്, വസുദേവരിൽ നിന്ന് സ്വജന്മ, ആരുടെ ജന്മ? കൃഷ്ണന്റെ ജന്മ. കൃഷ്ണൻ ജനിച്ച കഥയും ആര് പറഞ്ഞു? നാരദൻ പറഞ്ഞു. നാരദേന യത് ഉക്തം, നാരദനാൽ പറയപ്പെട്ടിട്ടുണ്ട്. ആരോട്? കംസനോട്. അപ്പോ നാരദൻ കംസനോട് വന്ന് വസുദേവരുടെ പുത്രനായിട്ടാണ് കൃഷ്ണനായ അങ്ങ് ജനിച്ചത് എന്ന് വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങയെ കംസൻ കാണുന്നത് അദ്ദേഹത്തിന്റെ അന്തകനായിട്ടാണ്, ശത്രുവായിട്ടാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാണിക്കാൻ പോകുന്നില്ല കംസൻ. അതുകൊണ്ട് ജാഗ്രത വേണം എന്ന് സൂചിപ്പിക്കാനാണ് അങ്ങയെ വധിക്കാനുള്ള ഒരുക്കത്തോടുകൂടി അങ്ങയെ അന്തകനായി കണ്ടുകൊണ്ട് കരുക്കൾ നീക്കിക്കൊണ്ട് ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് കച്ചകെട്ടിയിരിക്കുകയാണ് കംസൻ എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗ്രത വേണം. ഇനി വേണോ വേണ്ടയോ പോകണോ എന്നുള്ള കാര്യം പോലും അങ്ങേക്ക് തീരുമാനിക്കാം എന്നുള്ള മട്ടില് എല്ലാം തുറന്നു പറഞ്ഞു. ഇനിയിപ്പോൾ താനിതൊക്കെ തുറന്നു പറഞ്ഞത് ഭഗവാൻ വേണമെങ്കിൽ വരാതിരിക്കാം, അയ്യോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനില്ല ആ വഴിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയാ പറയുക. പക്ഷേ എന്തായാലും ഭഗവാൻ തീരുമാനിച്ചോട്ടെ എന്ന് അദ്ദേഹം വിട്ടു. അപ്പോ നാരദേന യത് ഉക്തം ആനകദുന്ദുബേഹേ സ്വജന്മ, ആ വിവരവും അസ്യ പുരതഃ തൽ സർവം വർണ്ണയാമാസ. അസ്യ പുരതഃ, ആ ഭഗവാന്റെ മുമ്പിൽ എല്ലാം തുറന്നു വെച്ചു എന്നർത്ഥം. എല്ലാം വർണ്ണിച്ചു ആര്? നാരദ മഹർഷി. ഒരു കാര്യവും മറച്ചു വെക്കാതെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വക്രതയൊന്നുമില്ല, കപടബുദ്ധിയൊന്നുമില്ല. കൃഷ്ണനെ വഞ്ചിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ല. ഇനി അഥവാ താൻ വഞ്ചിച്ചാലും സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ എല്ലാം അറിയുന്നവനാണെന്നുള്ള വിശ്വാസവും ആർക്കുണ്ട്? അക്രൂരനുണ്ട്. അതുകൊണ്ട് ഭഗവാനെ വഞ്ചിക്കാൻ പറ്റുമോ? ഇല്ല. ഭഗവാനോട് സത്യം മാത്രം പറയുക. അപ്പോ ഇനി ഭഗവാൻ അറിയാൻ വേണ്ടിയിട്ടാണോ ഈ ചോദ്യമൊക്കെ ചോദിച്ചത് എന്നാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എല്ലാം അറിയാം, അല്ലേ? തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതാവാം. താനെന്താ പറയണ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറയാൻ അക്രൂരൻ യാതൊരു മടിയുണ്ടായിരുന്നില്ല. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാതിഷ്ഠം വിജജ്ഞതുഃ. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാതിഷ്ഠം വിജജ്ഞതുഃ. പരവീരഃ കൃഷ്ണഃ ബലഃ ച അക്രൂരവചഃ ശ്രുത്വാ പ്രഹസ്യ. എന്താ പരവീരഃ? ശത്രുക്കളുടെ വീര്യത്തെ ഹനിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ. ആര് എത്ര വലിയ ശത്രുവായിക്കോട്ടെ അവനെ ശരിയാക്കാൻ ശക്തിയുള്ളവനാണ് കൃഷ്ണഃ ബലഃ ച. രാമകൃഷ്ണന്മാർ രണ്ടുപേരും. അവർ അക്രൂരവചഃ ശ്രുത്വാ, അക്രൂരന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് പ്രഹസ്യ ചിരിച്ചു. ഭയപ്പെട്ടു എന്നല്ല, ഉത്കണ്ഠാഭരിതരായി എന്നല്ല, പ്രഹസ്യ. എന്താ അവരുടെ ആ ചിരിയുടെ സൂചന? ഇതെല്ലാം ഞങ്ങൾ എപ്പോഴോ അറിഞ്ഞിരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ, ശരിയാക്കാം, ഞങ്ങൾ അതിനു വേണ്ടി വന്നവരെന്നെ. അതിനുള്ള അവസരം എന്താ ഇപ്പോഴെങ്കിലും ആയില്ലോ എന്ന് കരുതുകയാണ് എന്ന മട്ടില് വളരെ നിസ്സാരമായി കരുതിക്കൊണ്ട്
പുഞ്ചിരിച്ചു എന്നാ പ്രഹസ്യ. ഏത് പ്രശ്നവും ഭഗവാന്റെ ചിരിക്കാനുള്ളതാണ്. കാരണം അല്ലേ, അക്ലിഷ്ട കർമാവാണ് ഭഗവാൻ. ഏത് കർമ്മവും ക്ലേശം കൂടാതെ ചെയ്യുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഒന്ന് ചിരിച്ചു. എന്നിട്ടോ രാജ്ഞാ ആദിഷ്ടം പിതരം നന്ദം വിജജ്ഞതു. രാജ്ഞാ ആദിഷ്ടം, രാജാവിനാൽ ആദേശിക്കപ്പെട്ടത്, കംസനാകുന്ന രാജാവിനാൽ എന്താണോ ആദേശം നൽകപ്പെട്ടിട്ടുള്ളത് അത് പിതരം വിജജ്ഞതു, പിതാവായ നന്ദനോട് വിജ്ഞാപനം ചെയ്തു, അറിയിച്ചു എന്നർത്ഥം. വിശേഷമായി ജജ്ഞതു, രണ്ടുപേരും കൂടി അറിയിച്ചു എന്നുള്ളതാണ് ജജ്ഞതു. രാമശ്ച കൃഷ്ണശ്ച. അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? തീർച്ചയായിട്ടും കംസൻ കൊല്ലാൻ വേണ്ടി വിളിക്കുകയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് പറഞ്ഞാൽ നന്ദൻ പേടിക്കും, നന്ദൻ കൊണ്ടുപോവില്ല, നന്ദൻ പോകാൻ തയ്യാറാവില്ല. അപ്പൊ അതൊഴിച്ച് എന്നർത്ഥം. എന്ത് പറഞ്ഞാൽ അച്ഛൻ യാതൊരു മടിയും കൂടാതെ ഉത്സവത്തിന് പുറപ്പെടുമോ, അല്ലേ, ഉത്സവത്തിന് കോപ്പ് കൂട്ടുമോ, അതിന് പാകത്തിന് വേണ്ടത് മാത്രമേ പറയുള്ളൂ. തൽക്കാലം അവര് അറിയരുത്. നന്ദനോ മറ്റു ഗോപന്മാരോ യശോദയോ ഒന്നും തന്നെ ഈ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് രഹസ്യമാക്കി വെച്ചു. അത് ബലരാമനോടും അക്രൂരനോടും പ്രത്യേകം കൃഷ്ണൻ പറഞ്ഞു. എല്ലാം പോയിട്ട് അച്ഛനോട് പോയി പറയാൻ പറ്റില്ല കേട്ടോ, നമുക്ക് ആ വിവരം മാത്രം മറച്ചു വെക്കണം. നമ്മളെ മല്ലന്മാരെ കൊണ്ട് കൊല്ലിക്കാനാണ് പരിപാടി, അല്ലെങ്കിൽ ആനയെ കൊണ്ട് കൊല്ലിക്കാനാണ് പരിപാടി, ഇത് പറയരുത്. ഇതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ പറയാം. അവിടുത്തെ ധനുർയാഗത്തിന് നമ്മളെ അതിഥികളായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ഉത്സവത്തിൽ പങ്കേറാൻ വേണ്ടി. അതുപോലെ ഈ പറഞ്ഞ ഗോമയങ്ങളായ ദ്രവ്യങ്ങളൊക്കെ ധാരാളം കൊണ്ടുകൊടുക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിൽ വീഴ്ച വരുത്താൻ പാടുകയും ഇല്ല. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യമാണ് പോകേണ്ടത് എന്ന് അച്ഛനെ പ്രേരിപ്പിക്കാനാണ് രാമകൃഷ്ണന്മാര് പ്രയത്നിച്ചിട്ടുണ്ടാവുക. അതാണ് അവിടെ മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ചു എന്നർത്ഥം. വിജജ്ഞതു, വിശേഷേണ അറിയിച്ചു, അറിയിക്കേണ്ടത് മാത്രം അറിയിച്ചു എന്നർത്ഥം. അപ്പൊ അത് കേട്ടതായിട്ടുള്ള നന്ദൻ എന്ത് ചെയ്തു? നന്ദൻ ഗോപന്മാർക്ക് ഉടനെ തന്നെ രാത്രിക്ക് രാത്രി ആജ്ഞാപിച്ചു. ഗോപാൻ സമാദിശത്സോപി ഗൃഹ്യതാം സർവഘോരസഃ ഉപായനാനി ഗൃഹീധ്വം യുജ്യന്താം ശകടാനി ച. ഗോപാൻ സമാദിശത്സോപി ഗൃഹ്യതാം സർവഘോരസഃ ഉപായനാനി ഗൃഹീധ്വം യുജ്യന്താം ശകടാനി ച. അടുത്ത ശ്ലോകം കൂടി ഒന്നിച്ചാണ്. യാസ്യാമഹശോ മധുപുരീം ദാസ്യാമോ നൃപതേരസാൻ ദ്രക്ഷ്യാമസ്സു മഹത്പർവ യാന്തി ജാനപദാഃ കില. ഏവമാഘോഷയ ക്ഷത്രാനന്ദഗോപ സ്വഗോകുലേ. യാസ്യാമഹശോ മധുപുരീം ദാസ്യാമോ നൃപതേരസാൻ ദ്രക്ഷ്യാമഹസ്സു മഹത്പർവ യാന്തി ജാനപദാഃ കില. ഏവമാഘോഷയ ക്ഷത്രാനന്ദഗോപ സ്വഗോകുലേ. അപ്പോ എങ്ങനെയാണ് നന്ദൻ മറ്റുള്ള ഗോപന്മാരെയെല്ലാം വിവരമറിയിച്ചത്? അതാണ് അവസാനത്തെ വരിയിൽ പറഞ്ഞത്. ഏവം ആഘോഷയത് ക്ഷത്ര. അവിടെ ക്ഷത്താവ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ബോഡി ഗാർഡ്, മന്ത്രി, സേനാനായകൻ എന്നൊക്കെ അർത്ഥമാണ്. ക്ഷത്ത, അതിന്റെ തൃതീയാണ് ക്ഷത്ര, ക്ഷത്താവിനാൽ. അപ്പൊ രാജാവിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ഒരാളെ കൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സേനാനായകനെ കൊണ്ട്, കാര്യസ്ഥനെ കൊണ്ട് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇദ്ദേഹത്തിന് കാര്യസ്ഥൻ ഉണ്ടാവും. ആർക്ക്? നന്ദഗോപർക്ക്. രാജസ്ഥാനമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രമുഖനായ ഭൃത്യനെ കൊണ്ട്, ക്ഷത്ര രക്ഷാധികാരിയെ കൊണ്ട് ആഘോഷയത് ആസമന്താത് ഘോഷയത്, എല്ലായിടത്തും ഘോഷിച്ചു. അല്ലെ, ഭേരി മുഴക്കി. രാത്രി ആളുകളൊക്കെ ഉറക്കത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പേ തന്നെ എന്താ പറയുക, ഒരു ബ്രേക്കിംഗ് ന്യൂസ് പെട്ടെന്നുള്ള, അല്ലേ, നമ്മുടെ എന്താ പറയുക, നദികളിലൊക്കെ വെള്ളം പൊങ്ങിയാൽ പോലീസ് ജീപ്പിലും കളക്ടറുടെ വാഹനത്തിലൊക്കെ മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് രാത്രി നേരത്തൊക്കെ വരും. അത്യാഹിതം വന്നിരിക്കണോ, എല്ലാവരും ജാഗ്രത പാലിക്കുക, താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം മാറി താമസിക്കുക എന്നൊക്കെ ഉള്ളതായുള്ള സന്ദേശം വഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ വരും. അപ്പം അതുപോലെ ഇവിടെ രാത്രിയിൽ പെട്ടെന്നുള്ളതായിട്ടുള്ള ഒരു അലാം ആണ്. അപ്പോൾ ഗോപന്മാർ ഒരുപാട് പേര് ഒരുങ്ങേണ്ടതുണ്ട്. അവർ ഗോമയങ്ങളായ ദ്രവ്യങ്ങൾ സമാഹരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ രാത്രി തന്നെ നടക്കണം, എമർജൻസിയാണ്.
എന്നിട്ട് രാവിലെ പുലർകാലത്തിൽ തന്നെ ഇവിടുന്ന് പുറപ്പെടണം. അപ്പൊ അതിന് അദ്ദേഹം എന്ത് ചെയ്തു? ആ നന്ദഗോപൻ സ്വഗോകുലേ ഏവം ആഘോഷയത്, തന്റെ ഗോകുലത്തിൽ തന്റെ ഭൃത്യനെ കൊണ്ട് ഇപ്രകാരം ഭേരി മുഴക്കിക്കൊണ്ട്, അല്ലെ, തെരുവീതികളിലൂടെയും അല്ലെങ്കിൽ നാൽക്കവലകളിലുമൊക്കെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയിപ്പിച്ചു, ആളുകളുടെ ശ്രദ്ധയിലേക്ക് അറിയിച്ചു. അതാണ് എന്താണ് ഗോപാൻ സമാദിശത്ത്, ഗോപന്മാരെ ആദേശിച്ചു, ഗോപന്മാർക്കുള്ള ആജ്ഞ കൊടുത്തു. സഹ അപി, സോപി എന്ന് പറഞ്ഞാൽ നന്ദഹ അപി എന്നർത്ഥം. ആ നന്ദഗോപൻ ഗോപന്മാരെ ആജ്ഞാപിച്ചു. അപ്പോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആജ്ഞ എന്നുള്ളതാണ്. ഗൃഹ്യതാം സർവഘോരസഹ ഉപായനാനി ഗൃഹീദ്വം യുജ്യന്താം ശകടാനി ച യാസ്യാമഹശ്വോ മധുപുരീം ദാസ്യാമോ നൃപതേ രസാൻ ദ്രക്ഷ്യാമഹ സുമഹത്പർവ യാന്തി ജാനപദാകില. ഇത്രയും വാക്കുകൾ ഘോഷിക്കാനുള്ള വാക്കുകൾ, കൊട്ടേഷൻ. നന്ദന്റെ വാക്കുകൾ, നന്ദന്റെ പ്രതിനിധിയായിട്ടുള്ള ക്ഷത്താവ് തെരുവീതികളിലൂടെ വിളിച്ചു പറഞ്ഞു. ആണ് ഗൃഹ്യതാം സർവഘോരസഹ ഉപായനാനി ഗൃഹീദ്വം യുജ്യന്താം ശകടാനി ച എന്നാണ്. ഗൃഹ്യതാം സർവഘോരസഹ, ഘോരസങ്ങളെല്ലാം തന്നെ സമാഹരിക്കപ്പെടട്ടെ, ഗ്രഹിക്കപ്പെടട്ടെ. ആരുടെ വീടുകളിലൊക്കെയാണോ നല്ല ശുദ്ധമായിട്ടുള്ള വെണ്ണയും നെയ്യും തൈരും പാലുമെല്ലാം ഉള്ളത്, എല്ലാം സമാഹരിക്കുവിൻ, എല്ലാം ശേഖരിക്കുവിൻ. സർവഘോരസഹ, ഘോരസങ്ങളെല്ലാം തന്നെ ഗൃഹ്യതാം, ഗ്രഹിക്കപ്പെടട്ടെ. ഉപായനാനി ഗൃഹീദ്വം, ഇനി യുയം ഉപായനാനി ഗൃഹീദ്വം. ഉപായനങ്ങൾ എന്നാൽ കാഴ്ചദ്രവ്യങ്ങൾ. മറ്റെന്തെല്ലാം കാഴ്ചദ്രവ്യങ്ങൾ രാജാവിന് പ്രീതി ഉണ്ടാവാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ കാർഷിക എന്തെങ്കിലും ഫലങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്, ധാന്യങ്ങളാണോ, എന്ത് നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിലും രാജാവിന് കാഴ്ചദ്രവ്യങ്ങളായിട്ട് ഗൃഹീദ്വം, നിങ്ങൾ ഗ്രഹിക്കുവിൻ. യൂയം ഗൃഹീദ്വം, എല്ലാവരും ശേഖരിച്ചു കൊണ്ടുവരുവിൻ. ശകടാനി യുജ്യന്താം, വണ്ടികൾ യോജിക്കപ്പെടട്ടെ. കാളകളും വണ്ടികളും ഒക്കെ തമ്മിൽ കൂട്ടിക്കെട്ടി എല്ലാം തയ്യാറാവട്ടെ, വാഹനങ്ങൾ റെഡിയാവട്ടെ എന്നർത്ഥം. ശകടാനി യുജ്യന്താം യാസ്യാമഹ ശോ മധുപുരി, ശ്വഹ നാളെ, മധുപുരിയും യാസ്യാമഹ, നമ്മൾക്ക് മധുരാപുരിയിലേക്ക് പോകാം. നാളെ നമ്മൾ മധുരാപുരിയിലേക്ക് പോകുന്നു, സംശയം വേണ്ട. യാസ്യാമഹ, പ്രവേശിക്കണം. ദാസ്യാമോ നൃപതേ രസാൻ, നൃപതേ, നൃപതിക്കായിക്കൊണ്ട്, ചതുർത്ഥി, നൃപതി ശബ്ദത്തിന്റെ ചതുർത്ഥിയാണ് നൃപതേ. മറ്റേ സംബോധനയിലും നൃപതേ എന്ന് വരും, ഇവിടെ ചതുർത്ഥിയാണ്. അപ്പൊ രാജാവിനായിക്കൊണ്ട് രസാൻ ദാസ്യാമഹ, നമുക്ക് ഈ ഘോരസങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അതാണ് നമ്മുടെ മുഖ്യ ദൗത്യം. അപ്പൊ രാജാവിന് യാഗത്തിനായി കൊണ്ട് വേണ്ടതായിട്ടുള്ള ഘോരസങ്ങൾ രസാൻ ദാസ്യാമഹ ദ്രക്ഷ്യാമഹ സുമഹത് പർവ. പർവ എന്ന് പറഞ്ഞാൽ ഉത്സവം, വിശേഷം, നൈമിത്തിക കർമ്മം എന്നൊക്കെ അർത്ഥമാണ് പർവ ശബ്ദത്തിന്. അപ്പോ ആ വിശേഷമായിട്ടുള്ള സന്ദർഭത്തിൽ, ആ ധനുർയാഗത്തിൽ നമുക്ക് ചെന്ന് കാണാം. സുമഹത് പർവ ദ്രക്ഷ്യാമ, ആ ഏറ്റവും വലിയ മഹോത്സവത്തെ നമുക്ക് ദർശിക്കാം. ദക്ഷ്യാമഹ വയം, അപ്പൊ ഉത്സവത്തിൽ നമുക്ക് പങ്കുചേരാം. ഇനി നമ്മൾ മാത്രമല്ല, മറ്റ് ജനപദങ്ങളിലുള്ള ആളുകളൊക്കെ അതാ പോകുന്നു അത്രേ. അപ്പൊ നമ്മുടെ നാട്ടുകാർ പുറകിലായി പോകാൻ പാടില്ല, അല്ലേ? വ്രജത്തിൽ നിന്നുള്ളവര് ഏറ്റവും പുറകിലാവാൻ പാടില്ല. യാന്തി ജാനപദാഹ കില, ജാനപദാഹ, ജനപദങ്ങളിൽ അഥവാ നാടുകളിൽ താമസിക്കുന്നവർ യാന്തി, അവരെല്ലാം യാനം ചെയ്യുന്നു. അപ്പോ യാഗത്തിലേക്കായിക്കൊണ്ട്, ഉത്സവത്തിലേക്കായിക്കൊണ്ട് ജനങ്ങളെല്ലാം നീങ്ങിത്തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ഇനി കാത്തിരിക്കാൻ, ഒരു ദിവസം നീട്ടിവെക്കാനൊന്നും സമയമില്ല. നാളെ പുലർക്കാലെ പോകണം, അതിനെല്ലാം ഇന്ന് രാത്രി തന്നെ തയ്യാറാവണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആജ്ഞ ക്ഷത്താവിനെ കൊണ്ട് ആഘോഷിച്ചു. യാസ്യാമശോ മധുപുരീം ദാസ്യാമോ നൃപതേ രസാൻ ദ്രക്ഷ്യാമഹ സുമഹത് പർവ യാന്തി ജാനപദാ കില ഏവമാഘോഷയ ക്ഷത്ര നന്ദഗോപസ്വഗോകുലേ ഗോപ്യസ്താഃ തദുപസൃത്യ
ബഭൂവുർവ്യതിതാഭൃശം രാമകൃഷ്ണൗ പുരീം നേതും അക്രൂരം വ്രജമാഗതം. ഗോപ്യസ്താസ്തദുപസൃത്യ ബഭൂവുർവ്യതിതാഭൃശം രാമകൃഷ്ണൗ പുരീം നേതും അക്രൂരം വ്രജമാഗതം. തത് തസ്മാത് അത് ഹേതുവായിട്ട്, ഇത് ഈ ക്ഷത്താവിന്റെ ഘോഷം, രാജാവിന്റെ ആജ്ഞ നാടുനീളെ വിളിച്ചറിയിച്ചില്ലേ, അത് കാരണമായിട്ട് ഗോപികമാര് വിവരം അറിഞ്ഞു. താഹാ ഗോപ്യ ഉപസൃത്യ, ആ ഗോപികമാർ ഇതിനെ അടുത്ത് കേട്ടിട്ട് കാര്യം വ്യക്തമായി. അതുമാത്രമല്ല, പകല് സന്ധ്യാകുമ്പോ അക്രൂരൻ എന്നൊരാൾ വരുന്നത് അറിഞ്ഞിട്ടുമുണ്ട്. ഒരു അതിഥിയുണ്ട് വീട്ടിൽ. അതുകൊണ്ടാണ് രാമകൃഷ്ണന്മാരെ വൈകുന്നേരം രാത്രിയിൽ പുറത്തേക്കൊന്നും കാണാതിരുന്നത്. അപ്പൊ അത് അറിഞ്ഞവർ കുറെ പേരുണ്ട്. അക്രൂരൻ വന്നത് അതാണ്. ആ ഗോപികമാർ ഗോപ്യ താഹ ഗോപ്യ, ആ ഗോപികമാർ തദുപസൃത്യ അത് അടുത്ത് കേട്ടിട്ട് ബഭൂവുഹു വ്യതിതാ ഭൃശം, ഭൃശം വ്യതിതാഹ ബഭൂവുഹു, ഭൃശം അത്യന്തം വ്യതിതരായി ഭവിച്ചു. അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത വ്യത, അവരുടെ ഉള്ളിൽ നിന്ന് എന്തോ പറിച്ചു മാറ്റും പോലെ അവർക്ക് വേദനയുണ്ടായി, പീഡയുണ്ടായി. അതാണ് ഭൃശം വ്യതിതാ ബഭൂവുഹു ഭവിച്ചു. എന്താ കാരണം? എന്താ അവരറിഞ്ഞത്? രാമകൃഷ്ണൗ പുരീം നേതും അക്രൂരം വ്രജം ആഗതം. രാമകൃഷ്ണൗ പുരീം നേതും, രാമകൃഷ്ണന്മാരെ മധുരാപുരിയിലേക്ക് നയിക്കുവാൻ കൊണ്ടുപോകുവാനായിക്കൊണ്ട് അക്രൂരം വ്രജം ആഗതം, അക്രൂരൻ വ്രജത്തില് ഗോകുലത്തിൽ ആഗമിച്ചിട്ടുണ്ട്. അക്രൂരൻ എന്നൊരാൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇതിനെയാണ് ഉപസൃത്യ. അത് ചെവിയിൽ മറ്റു പലരും വന്ന് ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും ചെയ്തു. ഇപ്പൊ ഈ രാജഭടൻ അല്ലെങ്കിൽ ക്ഷത്താവ് തെരുവിൽ നിന്ന് നോട്ടീസ് വിളിച്ചു പറയുമ്പോൾ എല്ലാം പറയില്ല. അപ്പോ ഉടനെ തന്നെ ചർച്ചയുണ്ടാവും. പുരുഷന്മാരൊക്കെ തയ്യാറാവുമ്പോൾ സ്ത്രീകൾ തമ്മിൽ ഓടിക്കൂടും. എന്താ വിശേഷം, എന്താ വിശേഷം, എന്താ അത് പെട്ടെന്നായത്, പകലുണ്ടായില്ലല്ലോ അന്വേഷണം. അപ്പോഴാണ് പറയണത്, അറിഞ്ഞില്ലേ വൈകുന്നേരം ഒരാൾ വന്നിട്ടുണ്ട് അവിടെ, കംസന്റെ ഭൃത്യനായിട്ട് അക്രൂരൻ, ഇവരെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക. രാമകൃഷ്ണന്മാരെ പ്രത്യേകം കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കണത്രേ എന്നൊക്കെ. അതൊക്കെ നാട് മുഴുവൻ പാട്ടായി. ഗോപികമാരുടെ ഇടയിൽ അത് വലിയൊരു വിഷയമായി. അവരതെല്ലാം പരസ്പരം ചർച്ച ചെയ്തു. അവരാകെ വ്യഥിതരായി എന്ന് പറയാം. കാശ്ചിത്തകൃതകൃത്താപശ്വാസംളാനമുഖശ്രിയഃ സ്രംസദ്ദുകൂലവലയകേശഗ്രന്ഥ്യശ്ച കാശ്ചന അന്യാശ്ച തദനുധ്യാനനിവൃത്താശേഷവൃത്തയഃ നാഭ്യജാനന്യമം ലോകമാത്മലോകം ഗതായിവ സ്മരന്ത്യശ്ചാപരാ സൗരേഃ അനുരാഗസ്മിതേരിതാഃ ഹൃദി സ്പൃശശ്ചിത്രപദാഗിര സമ്മുമുഹു സ്ത്രിയഃ. കാശ്ചിത്തകൃതകൃത്താപശ്വാസംളാനമുഖശ്രിയഃ സ്രംസദ്ദുകൂലവലയകേശഗ്രന്ഥ്യശ്ച കാശ്ചന. കാംശ്ചിത്, കാശ്ചന എന്നൊക്കെ പറയുന്നത് ഒരു ചിലർ എന്ന് പറയാനാണ്. അപ്പൊ കാശ്ചിത് ചില സ്ത്രീകള് തത്കൃതകൃത്താപശ്വാസംളാനമുഖശ്രിയഃ, അവരുടെ മുഖശ്രീ, മുഖം സുന്ദരമായിട്ടുള്ള താമര പോലെയുള്ള വികസിച്ച മുഖങ്ങളാണ് ഗോപികമാരുടെ. ആ മുഖശ്രീ മ്ലാനമായി വാടി. എങ്ങനെ? താപം കൊണ്ട്, താപശ്വാസം കൊണ്ട്. ഇവരുടെ ശ്വാസോച്ഛ്വാസം നല്ല ഉള്ളിലുള്ള ചൂട് പുറത്തേക്ക് വരികയാണ് മൂക്കിലൂടെ, അല്ലെ? രണ്ട് പുകക്കുഴല് പോലെ മൂക്കുകൾ രണ്ടിലൂടെയും നല്ല ചൂടുള്ള നിശ്വാസം പുറത്തേക്ക് വരികയാണ്, താപത്തിന്റെ നിശ്വാസം. അപ്പൊ പിന്നെ ഈ മുഖകമലം പാടില്ലേ? അതാണ് അവിടെ പറയുന്നത്. തത്കൃതഹൃത്താപം, തത്കൃതം, ഈ വർത്തമാനം അവരുടെ ഉള്ളിലുണ്ടാക്കിയതായിട്ടുള്ള ഹൃത്താപം, ഉള്ളില് ഒരു ചൂള പുകയും പോലെ തുടങ്ങി ഓരോരുത്തരുടെ ഉള്ളിലും, അല്ലെ? ഒരു ചൂളയിൽ വേവിക്കുന്നത് പോലെ, ഇഷ്ടികയും മറ്റുമൊക്കെ വേവിക്കുന്ന ചൂളകളുടെ ഉള്ളിലാണ് താപം ഉണ്ടാവുക, ഉള്ളിലാണ് പുക. പുറത്തേക്കൊന്നും കാര്യമായിട്ട് കാണില്ല. പുറത്തേക്ക് ഇത്തിരി പുകയൊക്കെ പോകുന്നത് കാണാം.
അതുപോലെ ഇവിടെ ഉള്ളിലാണ് താപം, അവരുടെ ഹൃദയം തപിക്കുകയാണ്. ആ തപിക്കുന്ന ഹൃദയത്തിൻ്റെ അവിടുന്ന് വരുന്നതായിട്ടുള്ള കാറ്റാണ് അവരുടെ പ്രാണവായുവിലൂടെ പുറത്തേക്ക് വരുന്നത്. ആ മൂക്കിലൂടെ വരുന്ന ശ്വാസം അവരുടെ മുഖത്തിൻ്റെ കാന്തിയെ വാട്ടിക്കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതാണ് തത്കൃതഹൃത്താപശ്വാസമ്ലാനമുഖശ്രിയ. പെട്ടെന്ന് അവരുടെ മുഖമൊക്കെ വാടി പാവങ്ങളുടെ. ആ ഗോപികമാര് വല്ലാതെ മുഖം വാടിയവരായി. അവരുടെ മുഖം കണ്ടാൽ അറിയാം അവരെന്തൊക്കെയോ ഭയപ്പെടുന്നു, ഉള്ളിൽ എന്തൊക്കെയോ ഉത്കണ്ഠയുണ്ട്, ആകെ ഡിപ്രസ്ഡാണ് എന്നുള്ളത് കണ്ടാൽ അറിയാം. ആ വളരെ നല്ല പ്രയോഗം അല്ലേ? തത്കൃതഹൃത്താപശ്വാസ മ്ലാനമുഖശ്രിയ. മുഖശ്രീ മ്ലാനമായി വാടി എന്നർത്ഥം. മ്ലാനമാവുക, വാടുക. സ്രംസദ്ദുകൂല വലയകേശഗ്രന്ഥ്യശ്ച കാശ്ചന. ചിലര് അവരുടെ താപം അവരെ എന്ത് ചെയ്തു? അവരുടെ ശരീരത്തെ മെലിയിപ്പിച്ചു. പെട്ടെന്ന് മെലിഞ്ഞു അവരുടെ ശരീരം. അവശരായി, പരവശരായി, നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ പോലെ അവരുടെ ദുകൂല വലയ കേശഗ്രന്ഥികളെല്ലാം ശ്രംസിക്കാൻ തുടങ്ങി. ശ്രംസിക്കുക എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു വീഴുക, ഒഴുകുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ എന്തൊക്കെയാണ് ദുകൂലം? പട്ടുവസ്ത്രം ധരിച്ചിരുന്നതെല്ലാം അഴിഞ്ഞു. വലയം എന്ന് പറഞ്ഞാൽ വളകളൂരി വീഴാൻ തുടങ്ങി. കേശഗ്രന്ഥ്യ, തലമുടിക്കെട്ടുകൾ, അതൊക്കെ അഴിയാൻ തുടങ്ങി. അങ്ങനെ ഉടുത്ത വസ്ത്രമാവട്ടെ, അവരുടെ എന്താ പറയുക, വലയങ്ങൾ അഥവാ വളകളാവട്ടെ, അവരുടെ തലമുടിക്കെട്ടുകൾ എല്ലാം തന്നെ അഴിഞ്ഞ് ഇങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങി. വസ്ത്രം അഴിയുന്നത് പോലും പലരും അറിയുന്നില്ല. അവർക്ക് ആകെ അവശരാണ്, അവർ മോഹിതരാണ്. അങ്ങനെ വല്ലാത്തൊരു പാരവശ്യത്തെ പ്രാപിച്ചു. സ്രംസദ്ദുകൂലവലയ കേശഗ്രന്ഥ്യശ്ച കാശ്ചന അന്യാശ്ച തദനുധ്യാന നിവൃത്താശേഷവൃത്തയഃ നാഭ്യജാനന്യമം ലോകം ആത്മലോകം ഗതായിവ. അന്യാഹ മറ്റു ചില സ്ത്രീകള് തദനുധ്യാന നിവൃത്ത അശേഷവൃത്തയഃ. തദനുധ്യാനം, ഈ രാമകൃഷ്ണന്മാർ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നിരന്തരം ചിന്തിച്ച് അനുധ്യാനം ചെയ്ത് അശേഷവൃത്തികളിൽ നിന്നും നിവൃത്തരായി. എന്ന് പറഞ്ഞാലോ, അവരെന്തൊക്കെ പണികളാണ് ചെയ്തിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിശ്ചേഷ്ടരായി ഭവിച്ചു, സ്തബ്ധരായി തീർന്നു, അന്തം വിട്ടു നിൽക്കുകയാണ് എന്നർത്ഥം. എന്താ ചെയ്യേണ്ടത് എന്ന് കയ്യും കാലും ഓടാതെയായി അവർക്ക്. അതാണ് തദനുധ്യാന നിവൃത്ത അശേഷവൃത്തയ. അവരുടെ മനോവൃത്തികളും നിവൃത്തമായി. അവരുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ടാണ് രാമകൃഷ്ണന്മാർ പോകാൻ പോകുന്നത്. അപ്പൊ അവരുടെ പൂർണ്ണമായിട്ടുള്ള ചിത്തവൃത്തി നിരോധം സംഭവിച്ചിരിക്കുന്നു. ആ ചിത്തവൃത്തികളെയെല്ലാം ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ഇപ്പൊ ആകെ ഒരു വൃത്തിയേ ഉള്ളൂ, ചിന്തയേ ഉള്ളൂ. ഈ ഭഗവാൻ ഇപ്പൊ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സർവസ്വവുമായിട്ടുള്ള ഭഗവാൻ പോയാൽ പിന്നെ നമ്മൾ എന്തിന് ജീവിച്ചിരിക്കണം എന്നിങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരൊറ്റ ഒരു ഷോക്കാണ് അവർക്ക്. ആ ഷോക്കിലാണ് അവരങ്ങനെ നിന്നുപോയത് എന്ന് പറയുക. നിശ്ചേഷ്ടരായിപ്പോയി, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരായിപ്പോയി. അതാണ് തദനുദ്യാന നിവൃത്ത അശേഷവൃത്തയ. അവര് ആ ഒരു ഭാവം കൊണ്ട് ന അഭ്യജാനൻ ഇമം ലോകം ആത്മലോകം ഗതായിവ. ആത്മലോകം ഗതായിവ എന്ന് പറഞ്ഞാല് ആത്മലോകത്തെ പ്രാപിച്ചവർ, ആത്മസാക്ഷാത്കാരം നേടിയവർ, സമാധിയെ പ്രാപിച്ചവർ. യോഗികള് സമാധിയിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യലോകമെല്ലാം മറക്കും. ഒരു ഇതില്ലാതെ സമാധിയിൽ അല്ലെ, നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന യോഗികളെ പോലെ ആയിത്തീർന്നു ഈ ഗോപികമാരുടെ അവസ്ഥ. അതാണ് ആത്മലോകം ഗതായിവ ഇമം ലോകം ന അഭ്യജാനന്. ഇമം ലോകം, അവരുടെ ചുറ്റുമുള്ള ലോകത്തെ അവരെന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ബോധം, ചുറ്റും ആരൊക്കെയാ ഉള്ളത് എന്നുള്ളതായിട്ടുള്ള ബോധം എല്ലാം നഷ്ടപ്പെട്ട് ഇമം ലോകം ന അഭ്യജാനൻ, അറിഞ്ഞതേയില്ല, എല്ലാം മറന്ന് സമാധിസ്ഥരായ നിർവികൽപ്പ സമാധിയെ പ്രാപിച്ച യോഗികളെ പോലെ ഈ ഗോപികമാര് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയാതെ മനസ്സും ശരീരവും അവയവങ്ങളെല്ലാം നിശ്ചേഷ്ടമായി നിലകൊണ്ടു.
അവരെല്ലാം സ്തബ്ധരായി. അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഷോക്ക് താങ്ങാൻ പറ്റാതെ അവരങ്ങനെ നിന്നുപോയി എന്ന് പറയുക. അന്യാശ്ച തദനുധ്യാന നിവൃത്താശേഷവൃത്തയഃ നാഭ്യജാനന്യമം ലോകം ആത്മലോകം ഗതാ ഇവ സ്മരന്ത്യശ്ചാപരാശൗരേഃ അനുരാഗസ്മിതേരിതാഃ ഹൃദി സ്പൃശശ്ചിത്രപദാഃ ഗിരഃ സമ്മുമുഹു സ്ത്രിയഃ. അപരാഹ സ്ത്രീയഃ, വേറെ ചിലര്, അനുരാഗസ്മിതേരിതാഃ ഹൃദി സ്പൃശഃ ചിത്രപദാഃ ശൗരേഃ ഗിരഃ സ്മരന്ത്യഃ സമ്മുമുഹു. സമ്മുമുഹു സമ്മോഹിച്ചു, മോഹാലസ്യ ഭാവത്തെ പോലും പ്രാപിച്ചു. എന്ത് ചെയ്തിട്ട്? ശൗരേഃ ഗിരഃ സ്മരന്ത്യഃ, ശൗരിയുടെ ആ ഭഗവാന്റെ ഗിരഹ വാക്കുകളെ സ്മരന്ത്യ. ഭഗവാൻ ഏതെല്ലാം രീതിയിൽ സംഭാഷണം ചെയ്ത് ഈ ഗോപികമാരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ഹൃദയങ്ങളെ കവർന്നിട്ടുണ്ട്, അവരെ പൂർണ്ണമായും തൻ്റെ അധീനതയിലാക്കിയിട്ടുണ്ട്. ആ ഭഗവാന്റെ അതിമനോഹരങ്ങളായ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് അവരിപ്പോൾ മോഹാത്സ്യം പ്രാപിച്ചു എന്നാണ്. അപ്പോൾ എങ്ങനെയുള്ള വാക്കുകൾ എന്ന് വിസ്തരിക്കുകയാണ്. അപരാഹ സ്ത്രീയാഹ അനുരാഗസ്മിതേരിതാഹ, അനുരാഗവും സ്മിതവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈരിതങ്ങൾ, ഗോപികമാരോട് തൻ്റെ പ്രേമത്തെ സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് മന്ദസ്മിതത്തോടുകൂടി പറഞ്ഞ വാക്കുകൾ, അനുരാഗസ്മിതത്തോടെ ഈരിതങ്ങൾ പറയപ്പെട്ടതും ഹൃദിസ്പൃശ, ഹൃദയത്തെ സ്പർശിക്കുന്നതും, വളരെ എന്താ പറയുക, ഭഗവാന്റെ വാക്കുകൾ ഗോപികമാരുടെ ഹൃദയത്തെ സ്പർശിച്ചു, ഹൃദയത്തെ കവർന്നു, ഹൃദ്യമായിരുന്നു അവർക്ക്. അങ്ങനെയുള്ള വാക്കുകളും ചിത്രപദാഹ, വിചിത്രങ്ങളായ പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടാണ് ഭഗവാന്റെ സല്ലാപം. അങ്ങനെയുള്ള ചിത്രപദാഹ ആ ശൗരേഹ ഗിരഹ, ശൗരിയുടെ വാക്കുകൾ സ്മരന്ത്യ, സ്മരിക്കുന്നവരായിട്ട് സമ്മുമുഹു, അവര് സമ്മോഹത്തെ പ്രാപിച്ചു, മോഹാലസ്യത്തെ പ്രാപിച്ചു. അവർക്ക് വേറൊന്നും ചിന്തിക്കാനാവുന്നില്ല. ഭഗവാൻ നമ്മളോട് ഇങ്ങനെയൊക്കെ വാക്കുകൾ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ചതാണ്, നമ്മളെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ദാസികളാക്കി മാറ്റിയതാണ്, വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹം നമ്മളെ വിട്ടുപോകുമോ എന്നുള്ളതായിട്ടുള്ള ആ ഭയം, ആ ചിന്ത, ഉത്കണ്ഠ എല്ലാം കൊണ്ടും അവര് മോഹാത്സ്യത്തെ പ്രാപിച്ചു. ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നർമാണി പ്രോദ്ധാമചരിതാനി ച ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാ വിരഹകാതരാഃ സമേതാ സംഗസഃ പ്രോജുഃ അശ്രുമുക്ത്യോച്യുതാശയാഃ. ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നർമാണി പ്രോദ്ധാമചരിതാനി ച ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാ വിരഹകാതരാഃ സമേതാ സംഗസഃ പ്രോജുഃ അശ്രുമുഖ്യോച്യുതാശയാഃ. മുകുന്ദസ്യ സുലളിതാം ഗതിം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നർമാണി പ്രോദ്ധാമചരിതാനി ച ചിന്തയന്ത്യഃ. ഇതൊക്കെ ചിന്തിക്കുന്നവരായിട്ട് ഗോപികമാര് എന്തൊക്കെയാ ചിന്തിക്കുന്നത്? മുകുന്ദസ്യ, ആ മുകുന്ദനായ ഭഗവാന്റെ സുലളിതാം ഗതിം, അതിമനോഹരമായ സഞ്ചാരം, ഗതി, ഗമനം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ മനോഹരമായിട്ട് ഗമിക്കുക അല്ലെ? ഒരു കാട്ടിലെ രാജാവായ സിംഹത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു ആനക്കുട്ടിയെ പോലെയോ ഒക്കെ കുലുങ്ങി കൊണ്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള നടത്തം. സുലളിതാംഗതിം, അതുപോലെ ചേഷ്ടാം, ഭഗവാന്റെ വിവിധങ്ങളായ ചേഷ്ടകൾ, വ്യാപാരങ്ങൾ. സ്നിഗ്ധഹാസാവലോകനം, സ്നേഹപൂർവമായ മന്ദഹാസത്തോടു കൂടിയ അവലോകനം. സ്നിഗ്ധഹാസാവലോകനം, മന്ദഹാസത്തോടെയും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള നോട്ടം. ശോകാപഹാനി നർമാണി, എല്ലാവരുടെയും ശോകങ്ങളെ അപഹരിക്കുന്നതായിട്ടുള്ള നർമ്മങ്ങൾ. ഭഗവാന്റെ തമാശകൾ കേട്ട് എത്ര കഷ്ടപ്പാടുകളുള്ളവരുടെയും കഷ്ടങ്ങളെല്ലാം മറന്നുപോകും അവരെ ചിരിപ്പിക്കും. അങ്ങനെ നർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടും നേരം പോക്കുകൾ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മിച്ചു. പ്രോദ്ധാമചരിതാനിച്ച്, ഭഗവാന്റെ പ്രകർഷേണ ഉദ്ദാമം എന്ന് പറഞ്ഞാൽ ഉയർന്നത്,
ലിമിറ്റില്ലാത്തത്, ദാമത്തെ അതിക്രമിച്ചതാണ് ഉദ്ദാമം. ദാമം എന്നാൽ കയറാണ്. അപ്പൊ കയർ കൊണ്ട് ബന്ധിക്കാൻ പറ്റാത്തത്, പരിധിയില്ലാത്തത്, അങ്ങനെയുള്ള വളരെ ഉയർന്നതായിട്ടുള്ള പരിധിയില്ലാത്തതായിട്ടുള്ള അത്ഭുത കർമ്മങ്ങൾ, ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങൾ, അതിനെക്കുറിച്ചും ചിന്തയന്ത്യ ചിന്തിക്കുന്നവരായിട്ട് വിരഹകാതരാഹ ഭഗവാൻ വിട്ടുപോകുമല്ലോ. ഇപ്പോ അല്പനേരത്തേക്ക് പോലും ഭഗവാനെ വിട്ടിരിക്കാൻ അവർക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ വിരഹകാതരാഹ വേർപാടിൽ ദുഃഖിതകളായിട്ട്, ഭീതാഹ ഭയപ്പെട്ടവരായിട്ട്, അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയങ്ങൾ വരുന്നുണ്ട്. ഇനി പോയ കൃഷ്ണൻ ഇനി വരാതിരിക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട് അവർക്ക്. കാരണം പോകുന്നത് ഒരു നഗരത്തിലേക്കാണ് അല്ലേ. നഗരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല അല്ലേ. ലോക സ്വഭാവമാണ് അല്ലേ. പണ്ടൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ബോംബെയിലേക്കും മദിരാശിയിലേക്കും കൽക്കട്ടയിലേക്കൊക്കെ കുടിയേറി അവിടെ നിന്ന് പിന്നെ ആരും തിരിച്ചു വന്നില്ല, അവിടെ സെറ്റിലായി. പിന്നീട് പല നഗരങ്ങളും വികസിച്ചു വന്നു, അവിടേക്കൊക്കെ കുടിയേറി. പിന്നീട് ഇപ്പോൾ ഭാരതമേ വിട്ട് പുറത്തുള്ള നഗരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സെറ്റിലായി, അവിടുത്തെ സിറ്റിസണായി, പിന്നെ തിരിച്ചു വരുന്നില്ല. ഇത് ലോക സ്വഭാവമാണ്. അപ്പൊ കൃഷ്ണനും ഇനി നഗരത്തിലേക്ക് പോയി അവിടെ സെറ്റിലായി കളയോ എന്നുള്ള പേടിയാണ് ഗോപികമാർക്കുള്ള. ഭീതാഹ അച്യുതാശയാഹ, അച്യുതനിൽ തന്നെ ആശയം വെച്ചവരായിട്ട് അവരുടെ മനസ്സ് മുഴുവൻ ആ ഭഗവാനിലാണ്. അച്യുതനെ തന്നെ ചിന്തിക്കുന്നവരായിട്ട് അശ്രുമുഖ്യ, മുഖം മുഴുവൻ അശ്രുമുഖികളായിട്ട്. അശ്രുമുഖീ ഏകവചനം, അശ്രുമുഖ്യ ബഹുവചനം. കണ്ണുനീർ ധാരയായി ഒഴുക്കുന്നവരായിട്ട് സംഘശഃ സമേതാഹ പ്രോജുഹു. സംഘശഃ കൂട്ടം കൂട്ടമായിട്ട്, സമേതാഹ അവിടെ കൂട്ടുകൂടുകയാണ് അവര് അല്ലേ. ഒരു എന്താ പറയുക, മരണ വീടുകളിലൊക്കെ പോയാൽ കാണാം. അതിത്തിരി അത്യാഹിത മരണം വല്ലതൊക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകളും ഉണ്ടാവും, കൂടുതൽ അവിടെ കൂട്ടങ്ങളും ഉണ്ടാവും. എങ്ങനെയുണ്ടായത്, എന്താ സംഭവിച്ചത്, ഓരോരുത്തർക്കും അറിയണം, വന്നവർക്ക്. അപ്പോൾ അറിഞ്ഞ ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറയുണ്ടാവും, അത് കേട്ടുകൊണ്ട് അവിടെ ഒരു 10 ആള്, വേറൊരാൾ പറയുന്നിടത്ത് 10 ആള്, വേറൊരാളുടെ അടുത്ത് പറയുന്നിടത്ത് 5 ആള്, ഇങ്ങനെ സംഘശഃ കൂടി നിൽക്കും. അപ്പൊ അതേ അവസ്ഥയാണ് ഇവിടെ ഗോകുലത്തിലും. സ്ത്രീകള് അവിടെ സംഘശഃ സമേതാഹ കൂടിയിട്ട് പ്രോജുഹു പരസ്പരം പറയുകയാണ്. ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ആ ഭഗവാൻ ഇപ്പൊ നമ്മളെ വിട്ടു പോകുമല്ലോ എന്നുള്ള ഭയം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാനെ അനുസ്മരിക്കുന്നതായിട്ടുള്ള അവരുടെ വാക്കുകളാണ് 12 ശ്ലോകങ്ങൾ. അതും മറ്റൊരു ഗോപികാഗീതം എന്ന് പറയാം. നമുക്ക് വൈകിട്ട് നോക്കാം, സമയമുണ്ടെങ്കിൽ വൈകിട്ട് നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം.